യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്റെ ലീലകൾ പ്രധാനമായിട്ട് 4 ലീലകളായിട്ടാണ് പറയാം. ഗോകുലലീല, വൃന്ദാവനലീല, മധുരാലീല, ദ്വാരകാലീല. അതിലെ ഗോകുലലീല നമ്മൾ കണ്ടു. മുഴുവൻ കണ്ടു ചോദിച്ചാൽ കുറച്ചൊക്കെ കണ്ടു, മുഴുവനൊന്നും കാണാൻ എന്തായാലും സാധിക്കില്ല എന്നാണ്. അതൊക്കെ പിന്നെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് വ്യാഖ്യാനമൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുക എന്നാണ്. എത്ര പറഞ്ഞാലും ഭഗവാന്റെ കഥകളൊന്നും പറഞ്ഞ് തീരലായിട്ടില്ല. അപ്പോൾ ഗോകുലലീല തൽക്കാലം നിർത്തി ഇനി വൃന്ദാവനത്തിലേക്ക് ഭഗവാൻ താമസം മാറുകയാണ്. അതിനെന്താ സന്ദർഭം? എന്താ സന്ദർഭം എന്ന് ചോദിച്ചാൽ വൃന്ദാവന ഭൂമി കാത്തിരിക്കുകയാണ്. എന്താ കൃഷ്ണൻ നീ വരാത്തത്? ഞാനിവിടെ കാത്തിരിക്കില്ല, നീ എന്താ വരാത്തത് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു ഉപനന്ദൻ എന്ന പേരായിട്ടുള്ളൊരു ഗോപന് പെട്ടെന്ന് പറയാൻ തോന്നി, ഈ സ്ഥലത്തിന് ചില പ്രശ്നങ്ങളുണ്ട്, നമുക്ക് സ്ഥലം ഒന്ന് മാറിയാലോ. വൃന്ദാവനം എന്നുള്ള സ്ഥലത്ത് തന്നെ വൃന്ദാവനം എന്ന പേരായിട്ടുള്ളൊരു കാട്, മൊത്തത്തിൽ അമ്പാടി വൃന്ദാവനം തന്നെയാണ് പറയുക എന്നാണ്. അവിടെ തന്നെ വൃന്ദാവനം എന്ന പേരുള്ളൊരു കാട്, അവിടേക്ക് നമുക്ക് താമസം മാറിയാലോ. ഇപ്പം കണ്ടില്ലേ, 2 മരങ്ങൾ കുറച്ച് മുമ്പ് വീണില്ലേ? അതിന് മുന്നേ പൂതന എന്ന് പറഞ്ഞൊരു രാക്ഷസി. അത് മാത്രമല്ല, അന്നൊരു കൊടുങ്കാറ്റ് വന്നില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ കാണുന്നത് എന്തോ പ്രശ്നമുണ്ട്. ആ വണ്ടി അന്ന് ഒരു ആക്സിഡൻ്റ് ആയില്ലേ, ഒരു വണ്ടി പൊട്ടിത്തെറിച്ചു. അതൊക്കെ ഈ സ്ഥലത്തിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് നമുക്ക് ഈ സ്ഥലം വിട്ട് ഇവിടെ അടുത്ത് തന്നെ നല്ലൊരു സ്ഥലമുണ്ട് വൃന്ദാവനം, അവിടേക്ക് താമസം മാറാം എന്ന് ഉപനന്ദൻ എന്ന വൃദ്ധ ഗോപാലൻ പറഞ്ഞു കേട്ട സമയത്ത് അവിടെ ഉള്ളവർക്കൊക്കെ സന്തോഷമായി. അവരൊക്കെ സ്ഥലം മാറാൻ തീരുമാനിച്ചു. അങ്ങനെ കാളവണ്ടികളൊക്കെ ആയിട്ട് പുറപ്പെടുകയാണ്. സാധനങ്ങളൊക്കെ സംഭാരങ്ങളൊക്കെ എടുത്തു വെച്ചു. നന്ദഗോപരും തൻ്റെ കൂട്ടുകാരും എല്ലാവരും അങ്ങനെ പുറപ്പെട്ടു പോണു. ആ പോണ സമയത്തുള്ള ആ ഒരു രംഗം, കാളവണ്ടിയുടെ ചക്രത്തിൻ്റെ ശബ്ദം, പശുക്കളുടെ കരച്ചിൽ, കൃഷ്ണൻ്റെ കൊഞ്ചൽ, വേണുഗാനം, ബലരാമൻ്റെ പൊട്ടിച്ചിരി, അങ്ങനെ ഒരു യാത്ര. വൃന്ദാവനം ഗോവർദ്ധനം യമുനാ പുളിനാനി ച വീക്ഷ്യാസീതുത്തമാ പ്രീതി രാമമാധവയോർ നൃപാം. രാമനും മാധവനും വൃന്ദാവനവും കാളിന്തി നദിയും യമുനാ നദി അതുപോലെ ഗോവർദ്ധനമൊക്കെ കണ്ട് വളരെയധികം സന്തോഷിച്ചു. കുറച്ച് മുമ്പേ വരേണ്ടതായിരുന്നു ഇവിടേക്ക് എന്നവർക്കങ്ങനെ തോന്നി. രാവിലെ ആയാൽ പുറപ്പെട്ടു പോവും. പലതരത്തിലുള്ള കളിയൊക്കെ കഴിഞ്ഞാൽ തിരിച്ച് വരുന്ന സമയത്ത് അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. മയിൽപ്പീലി, കുന്നിക്കുരു, മഞ്ചാടിക്കുരു. അമ്മേ, കണ്ണന് കിട്ടിയതാ, അമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാ എന്നൊക്കെ പറയുമ്പോൾ അതൊരു നിധി പോലെ ആ അമ്മ എടുത്തു വയ്ക്കും. പലതരത്തിലുള്ള കളികളാണ്. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബകൻ, കൊക്കൻ്റെ രൂപത്തിൽ ബകാസുരൻ വന്നു. ഭഗവാനെ കണ്ട് കൊത്തിയെടുത്ത് കൊണ്ടുപോയി കംസൻ്റെ മുന്നിൽ കൊണ്ടുപോയി തുപ്പാം എന്നാ കരുതിയത്. കൊത്തിയത് ഓർമ്മയുണ്ട്. തീക്കനലൊക്കെ വായിലിട്ടാൽ എങ്ങനെ ഉണ്ടാവും? ആകെ പ്രയാസമായി, തൊണ്ട ഉരുകാൻ തുടങ്ങി. പുറമേക്ക് തുപ്പാൻ പുറപ്പെട്ടെങ്കിലും ഭഗവാൻ തൻ്റെ 2 കൈ കൊണ്ട് ആ കൊക്കങ്ങോട്ട് കീറി ആ ബകാസുരനെ മോക്ഷം കൊടുത്തു. അതിനുശേഷം പിന്നീട് ഭഗവാന്റെ പലതരത്തിലുള്ള ലീലകൾ. വാശി പിടിക്കാൻ തുടങ്ങി. പശുക്കളെ നോക്കണം എന്ന് പറഞ്ഞിട്ട് നന്ദഗോപുർ പറഞ്ഞു പറ്റില്ല, ചെറിയ കുട്ടികളൊക്കെ പശുക്കളെ നോക്കുക എന്ന് പറഞ്ഞാൽ അതും ഇവിടെയുള്ള പശുക്കളെ പോലെയല്ല. ഗോകുലത്തിലൊക്കെ പോയാൽ, വൃന്ദാവനത്തിലൊക്കെ പോയാൽ പശുക്കളെ കണ്ടാൽ നമ്മുടെ ഇവിടുത്തെ പശുക്കളും ആ പശു തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അവിടുത്തെ പശു എന്നൊക്കെ പറഞ്ഞാൽ കപ്പൽ പോലത്തെ പശുവാണ്. വലിയ പശുവിനെയൊക്കെ ഇവിടുത്തെ പശു വെച്ച് കണക്കാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചെറിയ കുട്ടികൾ പശുക്കളെ നോക്കുക പറഞ്ഞാൽ സാധിക്കില്ല. അവസാനം വാശി പിടിച്ചപ്പോൾ ഒരു കാര്യം ചെയ്യാം, അങ്ങനെയാണെങ്കിൽ കുട്ടികളെ നോക്കട്ടെ, പശുക്കളെ ഗോപന്മാരും. അങ്ങനെ പശുക്കുട്ടികളെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. രാവിലെ ആയാൽ പുറപ്പെടും. വലിയ ഉത്സാഹമായി. ആ കുട്ടികളുടെ ലീഡർ കൃഷ്ണനാണ്. രാവിലെ നേരത്തെ എഴുന്നേൽക്കും. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് തലയിലൊരു കെട്ട്, അരയിലൊരു കെട്ട്, കയ്യിൽ വടി, കൊമ്പ്, കുഴൽ ഒക്കെ ആയിട്ട് പശു കുട്ടികളെയും കൊണ്ട് പോവുകയാണ്. തൻ്റെ കുഴൽ വിളി കേട്ടാൽ കുട്ടികളൊക്കെ വീടുകളിൽ നിന്ന് ഇറങ്ങി വരും. കൊമ്പ് വിളി അത് കേട്ട് കഴിഞ്ഞാൽ പശുക്കുട്ടികളൊക്കെ അവരുടെ ഗോശാലകളിൽ നിന്ന് ഇറങ്ങി വരിക്കങ്ങോട്ട് നിൽക്കും. കൃഷ്ണൻ മുന്നിലോടും, പിന്നാലെ പശുക്കുട്ടികളൊക്കെ അവരുടെ വാലുകൊണ്ട് ഭഗവാന് വെഞ്ചാമരം വീശിക്കൊടുക്കുക. അവർക്ക് പറ്റുന്ന കൈങ്കര്യം ചെയ്യുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള കളികൾ. കേജിത് വേണൂൻ വാദയന്തഹ. ചിലർ മുളന്തണ്ട് പൊട്ടിച്ച് അത് ദ്വാരങ്ങളുണ്ടാക്കി കുഴൽ വിളിക്കും. ചിലർ കൂജന്തഹ കോകിലൈപ്പരേ. ചിലർക്ക് അങ്ങനെ ഓടക്കുൾ വിളിക്കാനുള്ള കഴിവൊന്നുമില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ കുയിൽ കൂണ സമയത്ത് തിരിച്ചങ്ങോട്ട് അതുപോലെ കൂജന്തഹ കോകിലൈഹിപ്പരേ. കുയിൽ പോകുമ്പം കൂ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചും അതുപോലെ കളിക്കുക. വിച്ഛായാഭി പ്രധാവന്തോ ഗച്ഛന്തഹ സാധുഹംസകൈ. അരയണ്ണൻ നീന്തുന്നത് കാണുമ്പോൾ തടാകത്തിലേക്ക് എടുത്ത് ചാടി ശബ്ദം ഉണ്ടാക്കാണ്ട് അതുപോലെ തന്നെ നീന്തുക. മെല്ലെ മെല്ലെ അരയണ്ണത്തെ പോലെ അഭിനയിക്കുക. ബകൈരുപവിശന്തശ്ച. കൊക്കങ്ങനെ
വെള്ളത്തിൻ്റെ കരയിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതുപോലെ പോയി ഒറ്റക്കാലിൽ നിന്ന് കൊക്കിനെ പോലെ അനുകരിക്കുക. വികർഷന്തഃ കീശവാലാനാരോഹന്തശ്ച തൈർദ്രുമാൻ. കുരങ്ങന്മാരൊക്കെ വൃക്ഷങ്ങളിൽ ചാടിക്കയറുന്നതും ഒരു കൊമ്പിൽ നിന്ന് വേറൊരു കൊമ്പിലേക്ക് ചാടുന്നതും കാണുമ്പോൾ അതുപോലെ 4 കാലും ഉപയോഗിച്ച് 2 കാലും 2 കൈയും ഉപയോഗിച്ച് നടക്കുക. മരത്തിൻ്റെ മുകളിൽ കൂടെ ഒരു കൊമ്പിൽ നിന്ന് വേറൊരു കൊമ്പിലേക്ക് ചാടുക. ഇങ്ങനെ ചാടുന്ന സമയത്ത് കുരങ്ങൻ അത്ഭുതം, ഞാനാണോ കുരങ്ങൻ, ഇവരാണോ, ഏതാ ശരിക്കുള്ളതെന്ന് മനസ്സിലാവാത്ത അവസ്ഥ. വികുർവന്തഃ തൈ സാകം പ്ലവന്തശ്ച പലാശിഷു സാകം ഭേകൈർവിലംഘന്തഃ. തവള ചാടുന്നത് പോലെ നിന്ന് തവളച്ചാട്ടം. സരിത്പ്രസ്രവസംപ്ലുതാഃ വിഹസന്തഃ പ്രതിച്ഛായാഃ ശപന്തശ്ച പ്രതിസ്വനാൻ. ഗോവർദ്ധന പർവ്വത്തിനടുത്ത് പോയിട്ട് എടൈ എന്നൊക്കെ വിളിക്കുമ്പം എക്കോ. പ്രതിസ്വനാൻ ഇങ്ങനെ കൈയടിക്കുമ്പോൾ ശബ്ദം കേൾക്കും. ഇങ്ങനെ കുട്ടിക്കളി കളിച്ചും കൊണ്ട് കൃഷ്ണനും കുട്ടികളും കൂടി അങ്ങനെ സഞ്ചരിക്കുകയാണ്. ആ കുട്ടികൾക്കൊക്കെ വലിയൊരു ആനന്ദം. കാരണം കൂടെ ആരായിരിക്കുന്നത് സച്ചിദാനന്ദം. കൂടെ ഉണ്ടാകുമ്പോൾ പിന്നെ ദുഃഖം ഉണ്ടാവുമോ? അവരൊക്കെ തോളൊക്കെ ഇടുന്നത് ആരുടെയാ? പരബ്രഹ്മത്തിൻ്റെ അല്ലേ. പക്ഷെ അവർ ചോദിച്ചാൽ ഒന്നും പറയില്ല കേട്ടോ. നിങ്ങൾക്കൊക്കെ കൂട്ടുകാരനായിട്ട് പരബ്രഹ്മത്തെ കിട്ടില്ലേ ചോദിച്ചാൽ അവർ ചോദിക്കും എന്ത് പരബ്രഹ്മോ അന്ന് അവർക്ക് ഇഷ്ടമില്ല. നമ്മളിങ്ങനെ വിദംശം വിധം നിർമ്മലം നിർവികൽപ്പം നിരീഹം നിരാകാരമോങ്കാരഗമ്യം എന്നൊക്കെ നമ്മൾ പറയും. അവർക്കതൊന്നുമില്ല. അവർക്ക് കൃഷ്ണൻ നന്ദഗോപരുടെ ഉണ്ണി ഇത്രയ്ക്കേ അവർക്കുള്ളൂ. നമുക്കിപ്പോൾ അത് ചൊല്ലി എന്നല്ലാണ്ട് അർത്ഥം ചോദിച്ചാൽ നമുക്കറിയോ? വിദംശം എന്ന് പറയൂ. വിദംശം നിർമ്മലം നിരാകാരം നമുക്കിപ്പോൾ ഇതൊന്നും എന്താന്ന് എപ്പോഴും എന്നാൽ ഇതങ്ങനെയല്ല. ഇത് നീലമേഘശ്യാമളൻ, കയ്യിൽ ഓടക്കുഴയുണ്ട്. കൃഷ്ണൻ്റെ പുഞ്ചിരി കണ്ടിട്ടുണ്ടോ? പുരികം വളഞ്ഞാൽ എങ്ങനെയാണ് കാണാൻ ഇഷ്ടമുണ്ടോ? ചുരുണ്ട മുടി കണ്ടിട്ടില്ലേ? നീട്ടി വരച്ച ഗോപിക്കുറി, ചെവിയിലുള്ള കുണ്ടലങ്ങൾ കിട്ടിയില്ലേ? എന്നാൽ മറ്റത് കിട്ടിയോ? വിദംശം വിധം നിർമ്മലം നിർവികൽപ്പം നിരീഹം നിരാകാ. അതിനെ കുറച്ച് കാണില്ല. അതാണ് വേണ്ടത്. പക്ഷെ അവിടേക്ക് പെട്ടെന്ന് എത്താൻ പറ്റില്ല. ഇതിലൂടെ അങ്ങനെ സഞ്ചരിച്ച് അവിടെ എത്തണം. അതാണ് പ്രത്യേകത. കുട്ടികളോട് ചോദിച്ചാൽ അവർക്കിപ്പോൾ പരബ്രഹ്മം എന്നൊന്നും പറയാൻ അറിയില്ലെങ്കിലും അവരനുഭവിക്കണത് എന്താ? ഇവിടെ ശ്രീശുകർ പറയുകയാണ്, അവരനുഭവിക്കണത് ഇത്തം സതാം ബ്രഹ്മസുഖാനുഭൂതിയ. അവർ കൃഷ്ണൻ്റെ കൂടെ കളിക്കുന്ന സമയത്ത് അവരനുഭവിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടോ? യോഗീശ്വരന്മാരനുഭവിക്കുന്ന ബ്രഹ്മസൗഖ്യം. അതാണിപ്പോൾ അവർ അനുഭവിക്കുന്നത്. അവരാരുടെ തോളിലാണ് കൈയിടുന്നത്? പരബ്രഹ്മത്തിൻ്റെ തോളിലാണ്. അവരങ്ങനെ ആനന്ദിക്കുന്നത് കാണുന്ന സമയത്ത് ഇത് കണ്ട് പലർക്കും അസൂയ. അഘാസുരൻ അസൂയ. കംസൻ പറഞ്ഞയച്ച് വന്നതാ, പെരുമ്പാമ്പിൻ്റെ രൂപത്തിലാണ്. അവനങ്ങനെ നോക്കിയപ്പം ഈ കുട്ടികൾ കണ്ടില്ലേ, ഇത്ര സന്തോഷിക്കാൻ പാടുമോ? നമ്മളിവിടെ ദുഃഖിച്ചിരിക്കുമ്പം ഇവർ ഭാഗവതമൊക്കെ വാരി സന്തോഷിക്കണു, അത് പാടില്ല. അങ്ങനെ വിചാരിച്ചാൽ പറ്റുമോ? അവനവനും ആ വഴിക്ക് സഞ്ചരിക്കുക എന്നല്ലാതെ. അതുകൊണ്ട് അസൂയ അതാണ് അഖം. അത്രയ്ക്ക് പാപമുണ്ടെങ്കിൽ വേറൊരാൾ നേരെയായിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കില്ല, വിഷമമുണ്ടാവും. ഇവിടെ സുഖാനുഭൂതിയ ഇങ്ങനെ ബ്രഹ്മസൗഖ്യം സുലഭമായിട്ട് അനുഭവിക്കുന്നത് കണ്ട സമയത്ത് അവരുടെ ആ സുഖം ഇല്ലാണ്ടിയാക്കണം എന്ന് അഘാസുരന് ഒരു മോഹം. അഖം എന്ന് പറഞ്ഞാൽ പാപം എന്നർത്ഥം. പാപം തന്നെ രൂപം ധരിച്ചു വന്നു. കംസൻ പറഞ്ഞയച്ചു എന്താണ്? കൃഷ്ണനെ വിഴുങ്ങുക, അതാ ഉദ്ദേശം. കൃഷ്ണനെ വിഴുങ്ങുക, അകത്താക്കുക. നല്ല ഉദ്ദേശം കേട്ടോ, അകത്താക്കുക. ഭഗവാനെ പിബത ഭാഗവതം, നമ്മൾ ഭാഗവതം അകത്താക്കല്ലേ ഇപ്പം. അതുകൊണ്ട് ഭഗവാനെ അകത്താക്കുക എന്നുള്ള ഉദ്ദേശമാണ്. ആ ഉദ്ദേശത്തിൽ അഘാസുരം വന്നു. ആ ഗോപബാലന്മാർ അനുഭവിക്കുന്ന സന്തോഷം കണ്ടപ്പോൾ അസൂയ തോന്നി. അവരൊക്കെ അനുഭവിക്കുന്നത് അവർക്കെന്താ വെച്ചാൽ ഇതിൻ്റെ ഗൗരവം അറിയോ ചോദിച്ചാൽ ഇല്ല. പക്ഷെ അവരനുഭവിക്കുന്നുണ്ട് രസം. ചിലപ്പോൾ ഒരു പക്ഷേ ഗൗരവം അറിഞ്ഞാൽ നമുക്ക് രസം നഷ്ടപ്പെടാനും സാധ്യത. ചിലതിൻ്റെ വില അറിഞ്ഞാൽ ആസ്വാദനം കുറയാൻ സാധ്യതയുണ്ട്. ഒന്നിൻ്റെ വില മനസ്സിലാക്കിയാലേ ചിലപ്പോൾ എന്ത് പറ്റും, നമുക്ക് പഴയതുപോലെ ആസ്വദിക്കാൻ പറ്റില്ല. അങ്ങനെ വിഷയമുണ്ട് ഇല്ലേ? നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം ബില്ല് വന്നാലോ വ്യത്യാസം എന്താണ്? കഴിക്കുമ്പോൾ വരരുത്, ഒക്കെ കഴിഞ്ഞ് കൈയെടുക്കാറാകുമ്പോൾ ഡയറി കൊണ്ടുവച്ചാൽ കുഴപ്പമില്ല. നേരെ മറിച്ച് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടുവന്ന വെറുതെ ഒരു കൗതുകത്തിന് നോക്കിച്ചാൽ പിന്നെ അടുത്ത ചപ്പാത്തി കഷ്ണം കഴിക്കാൻ പറ്റുമോ? ഇത്രയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു. അതാണ്. അപ്പം അതുകൊണ്ട് വില അറിയണ്ട, കഴിക്കുമ്പോൾ വില അറിയരുത്. അപ്പം നല്ലവണ്ണം ആസ്വദിച്ച് കഴിക്കാം. വില അറിഞ്ഞാൽ ചിലപ്പം നമ്മൾ കുറയ്ക്കും, അതിൻ്റെ ആസ്വാദനം കുറയാൻ സാധ്യതയുണ്ട്. ദേവന്മാർക്കൊക്കെ വില അറിയാം, ധാരാനിഷ്ഠുണ്ട്. സത്യം ജ്ഞാനമനന്തം നിത്യമനാകാശം പരമാകാശം ഗോഷ്ഠപ്രാങ്കണരിങ്കണലോലമനായാസം പരമായാസം. ബ്രഹ്മാദി ദേവന്മാർക്കത് അറിയാം, പക്ഷേ ഗോപക്കുട്ടികൾക്കത് അറിയില്ല. അതുകൊണ്ട് തന്നെ കൃഷ്ണൻ എന്ത് പറഞ്ഞാലും അവർക്കൊരു മടിയില്ല. കൃഷ്ണൻ പറഞ്ഞു വിചാരിക്കുക, സ്തോക കൃഷ്ണ സുധാമാവേ ഒന്നെൻ്റെ പുറത്ത് കയറൂ,
എന്നിട്ട് ആ മാങ്ങയൊന്ന് പറിച്ചു തരുമെന്ന് പറഞ്ഞാൽ അവർക്കൊരു സംശയമില്ല. അവരെ അതിൻ്റെ തോളുള്ള വേഷ്ടിയെടുത്ത് അരയിലങ്ങോട്ട് കെട്ടി ഓടി വന്ന് ഭഗവാന്റെ മുതുകത്തങ്ങോട്ട് ചവിട്ടി മാങ്ങ പറിച്ചാർക്ക് കൊടുക്കും. ദാ കൃഷ്ണ എന്ന് പറഞ്ഞ് കൊടുക്കും. അവർക്ക് കൃഷ്ണനെ ചവിട്ടാനൊന്നും കൃഷ്ണൻ പറഞ്ഞാൽ മടിയില്ല. പക്ഷേ ദേവന്മാർ വന്നാലോ, ദേവന്മാർക്ക് മോഹം കൃഷ്ണൻ്റെ കൂടെ കളിക്കണം എന്ന് അവർ വേഷം മാറി ഗോപവേഷം കെട്ടി വന്നു. കുട്ടികൾക്ക് പുതുതായിട്ടുള്ള ആളെ കണ്ടപ്പോൾ അവർക്ക് സംശയമായി. കൃഷ്ണൻ പറഞ്ഞു അടുത്ത പഞ്ചായത്തിൽ നിന്ന് വന്നതാ, കൂടെ കൂട്ടാൻ നമുക്ക് 2 ദിവസം കൂടെ നിന്നോട്ടെ, കളിച്ചോട്ടെ. മനസ്സിലായി ആളാരാന്ന്? ദേവന്മാരാ, അഗ്നിദേവൻ, വായുദേവൻ, വരുണദേവനൊക്കെയാണ് വന്നത്. പക്ഷെ അവർക്ക് കൂടെ കളിക്കാൻ ഈ കുട്ടികൾ കളിക്കുന്നത് പോലെ പറ്റണില്ല. കാരണം വേഷം കെട്ടി വന്നിട്ട് കാര്യമില്ല. കൃഷ്ണന് നല്ല പോലെ അറിയണത് കൊണ്ട് രസമില്ല. എന്തില്ല, ഒരു രസം വേണ്ടേ? അവർ ദേവലോകത്തിരിക്കുമ്പോൾ അവർ പ്രതീക്ഷിച്ചു കുട്ടികളൊക്കെ എന്ത് ഭാഗ്യവാന്മാരാണ്, എന്ത് രസമായിട്ടാണ്, നമ്മളും അങ്ങനെ ഗോപന്മാരായ ഗോപാലന്മാരായ ഇതുപോലെ രസിച്ചുകൂടെ എന്ന് കരുതി വന്നുവെങ്കിലും ഇതുപോലെ രസിക്കാൻ അവർക്ക് പറ്റണില്ല. ഭഗവാൻ ദേവേന്ദ്രനോട് പറഞ്ഞു വിചാരിക്കുക, ഒന്നെൻ്റെ പുറത്ത് കയറിയിട്ട് ആ മാങ്ങെന്ന് പറിച്ചു തരുമോ ചോദിച്ചാൽ ദേവേന്ദ്രൻ വന്ന് മുട്ടുകൂത്തിന്ന് തൊഴുതും കൊണ്ട് പറയും, പരബ്രഹ്മത്തിനെ ചവിട്ടാനോ അടിയനോടോ? അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? വേഷം കെട്ടിയാൽ കളിക്കണ്ടേ? അത് പറ്റുന്നില്ല. പക്ഷെ കുട്ടികൾക്കൊന്നൊരു സംശയവുമില്ല. അതാണ് വ്യത്യാസം. അവർക്ക് ഭഗവാനെ കാണുന്നത് അവർ നന്ദഗോപരുടെ ഉണ്ണിയായിട്ടാണ്, അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിട്ടാണ്. അവരതുകൊണ്ട് സുഖമായിട്ട് രസിച്ച് കഴിയുന്നു. കംസൻ പറഞ്ഞയച്ച അഘാസുരൻ പാമ്പ് വായ തുറന്നങ്ങനെ കിടക്കുകയാണ്. അന്ന് ഒളിച്ചു കളിക്കുകയാണ്. കൃഷ്ണൻ എണ്ണുന്നു. കുട്ടികളൊക്കെ ഒളിക്കാനുള്ള സ്ഥലം അന്വേഷിച്ച് പോകുന്നു. അവർ ഈ നാട്ടിൽ പുതിയതല്ലേ, അവർക്കിപ്പം സ്ഥലത്തെ പറ്റിയൊന്നും അങ്ങനെ അറിയില്ല. പാമ്പ് വായ തുറന്ന് കിടക്കുന്നത് കണ്ടപ്പം ഒരു പർവ്വതത്തിൻ്റെ ഗുഹയാവുന്ന അവർ കണക്കാക്കി. നമുക്കതിലേക്ക് പ്രവേശിച്ചാലോ? അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, കണ്ടിട്ട് പാമ്പിൻ്റെ വായ പോലെ ഉണ്ട്, നിനക്കങ്ങനെ തോന്നുകടോ? ഇത് പാമ്പിൻ്റെ വായൊന്നുമല്ല എന്ന് വേറെടുത്ത്. ഇനിയിപ്പം പാമ്പിൻ്റെ വായ ആണെങ്കിൽ എന്താ എന്ന് ബാക്കി കുട്ടികൾ എന്താണ്, ഇപ്പം പാമ്പിൻ്റെ വായ തന്നെ വിചാരിക്കുക. എന്താ ഇപ്പം പ്രശ്നം? നമ്മുടെ കൂടെ ഈശ്വരൻ നമ്മോടൊത്തുള്ളപ്പോൾ ആശ്രയമറ്റവരാണോ നാം? ഇനിയിപ്പം സ്കാൻ റിസൾട്ട് പോസിറ്റീവെന്ന് വിചാരിക്കുക. അല്ല, ആവാണ്ടിരിക്കട്ടെ, പ്രശ്നം ആവാണ്ടിരിക്കട്ടെ. ഇനിയിപ്പോൾ അത് അങ്ങനെയാണ് വിചാരിക്കും. ഭാഗവതല്ലേ കയ്യിൽ. ഇതാണ് ഭക്തന്മാരുടെ ധൈര്യം. അല്ലെങ്കിൽ നന്നായി, ഇനി ആണെങ്കിലും നമുക്കങ്ങനെ പറ്റുമോ? അങ്ങനെ പറ്റണം, അതാണ് കാണിക്കുന്നത്. ഭഗവാനല്ലേ കയ്യിൽ, അതാണ് ആ ബലം അവരുടെ. നമുക്ക് പലതിനോടും വിശ്വാസമുണ്ട്, പക്ഷേ ഭഗവാനോട് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. നമുക്ക് ബാക്കിയൊക്കെ ഡ്രൈവറെ വിശ്വാസമല്ലേ? KSRTC കയറുമ്പോൾ ഡ്രൈവറോട് ചോദിക്കുമോ ലൈസൻസ് ഉണ്ടോ ചോദിക്കുമോ? മുത്തശ്ശി പോയിട്ട് ഞാൻ ഡ്രൈവറെ ഒന്ന് കാണട്ടെ? ഒന്നുമില്ല, ആരോ അവിടെ ഇരിക്കേണ്ട ഓടിക്കട്ടെ. ഫ്ലൈറ്റിൽ കയറുമ്പോൾ അന്വേഷിച്ചോ? ഇനിയിപ്പോൾ കയറാൻ തന്നെ പേടിയായില്ലേ? അങ്ങനെ നമുക്ക് എത്തിയിരിക്കും. ഒരു വിശ്വാസമാണ്, അതൊക്കെ നമുക്ക് വിശ്വാസമാണ്. പക്ഷേ എന്തിനും ഗുളിക തന്നെ വിശ്വാസമല്ലേ? പലരും പായസമൊക്കെ കഴിക്കുമ്പോൾ ഷുഗർ ഇല്ലേ എന്ന് ചോദിച്ചാൽ എന്താ പറയുക? അമ്മാവൻ പറയും കീശയിൽ ഗുളികല്ലേ. ഷുഗറും ഉണ്ട്, ഗുളികയുണ്ട്. ഇവരുടെ കീശയിൽ ഗുളികയല്ല, കൃഷ്ണനാണ് കീശയിൽ. പിന്നെന്താ ഇപ്പം പേടിക്കുക? ഇനിയിപ്പം പാമ്പന്നെയാണെങ്കിൽ എന്താ? ഭഗവാൻ ഇല്ലെന്നും പറഞ്ഞാൽ അവരങ്ങോട്ട് ആ പാമ്പിൻ്റെ വായയ്ക്ക് പ്രവേശിച്ചു. അഘാസുരൻ വായ അടച്ചില്ല, കാരണം കൃഷ്ണനെ വിഴുങ്ങണം, അതാണ് മോഹം. കാത്തിരിക്കുകയാണ്. കൃഷ്ണൻ എണ്ണലൊക്കെ കഴിഞ്ഞു, കുട്ടികളെ കാണുന്നില്ലല്ലോ, എവിടെ പോയി അന്വേഷിച്ച് അങ്ങനെ പോയി. മനസ്സിലായി ഈ പാമ്പിൻ്റെ വായെല്ലാം മനസ്സിലാക്കിയ ഭഗവാൻ ആ പാമ്പിൻ്റെ വായയ്ക്ക് എടുത്ത് അങ്ങോട്ട് ചാടി. കൃഷ്ണനെ അങ്ങോട്ട് കിട്ടിയതും അഘാസുരൻ വായ അങ്ങോട്ട് അടച്ചു. കൃഷ്ണനെ അകത്താക്കണം എന്നുള്ള മോഹമായിരുന്നു. നമുക്ക് പിന്നെ പഴംപൊരി അകത്താക്കണം, ബജ്ജി അകത്താക്കണം, വട അകത്താക്കണം. ഇത് കൃഷ്ണനകത്താക്കണം എന്നാണ്. അതുകൊണ്ട് തന്നെ ഭഗവാന് തോന്നി ഇവന് മോക്ഷം കൊടുക്കാം. കാരണം കാത്തിരിക്കുകയായിരുന്നു, തന്നെ കിട്ടണമെന്ന് കരുതി കാത്തിരിക്കുകയല്ലേ. അതുകൊണ്ട് ഭഗവാൻ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ത്രിവിക്രമാവതാരം അങ്ങോട്ട് വലുതാവാൻ തുടങ്ങി. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ തലങ്ങോട്ട് പൊട്ടിത്തെറിച്ചു. സ്വതവേ ബ്രഹ്മരന്ധ്രം ഭേദിച്ച് മുക്തി കിട്ടിയ യോഗീശ്വരന്മാർക്കാ അതുപോലൊരു മുക്തി ആർക്ക് കൊടുത്തു? വലിയ സാധനയൊന്നും അനുഷ്ഠിച്ചില്ലെങ്കിലും തന്നെ അകത്താക്കുക എന്നൊരു വിചാരം അയാൾക്കുള്ളത് കൊണ്ട് അഘാസുരനും ആ കൃഷ്ണൻ കൊടുത്തത് മോക്ഷം തന്നെയാണ്. വലിയൊരു പാമ്പിനെ കൊന്നു കൃഷ്ണൻ എന്നുള്ളത് കുട്ടികൾക്ക് വലിയ അത്ഭുതമായി. ഇതുവരെയുള്ളത് പോലെയല്ല. മരം വീണൊക്കെ സംഭവിച്ചു, അതൊക്കെ വേറെ വിഷയം. ഇത് പക്ഷേ അങ്ങനെയല്ല, വലിയൊരു പാമ്പിനെ കൃഷ്ണൻ കൊന്നു. അവരത് വലിയ അത്ഭുതമായിട്ട് വീട്ടിൽ പോയി പറഞ്ഞു. പക്ഷേ പരീക്ഷത്തെ 5-ാം വയസ്സിൽ നടന്ന കാര്യം അവർ വീട്ടിൽ പോയി പറഞ്ഞത് 6-ാം വയസ്സിലാണ്. എന്താണ് 5-ാം വയസ്സിൽ നടന്ന കാര്യം വീട്ടിൽ പോയി പറഞ്ഞത് എപ്പോഴാണ്? അപ്പോൾ ഒരു കൊല്ലക്കാലം അവരെവിടെയായിരുന്നു? ഒരു കൊല്ലക്കാലം അവർ ബ്രഹ്മലോകത്തായിരുന്നു. ആ കാര്യം അവർ മറന്നും പോയി. പരീക്ഷ വെച്ചിട്ട് എന്താ സംഭവം? എന്താ ഇപ്പോൾ അവിടെ ഉണ്ടായി? അവിടെ ചെറിയൊരു മായ ഉണ്ടായി, ഭഗവാന്റെ ഒരു കളി ഉണ്ടായി. അതെന്താ ഉണ്ടായി ചോദിച്ചാൽ തന്മാതൃണാം ചകസ്യ ച. ഭഗവാന് ബ്രഹ്മദേവനൊരു മോഹം ഭഗവാന്റെ ലീല കാണണമെന്ന്. അതാണ് ബ്രഹ്മമോഹനം.
ഭഗവാൻ ബ്രഹ്മാവിനെ ഒന്ന് മോഹിപ്പിച്ചു. എങ്ങനെയാണ് താൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്, ഈ കാണുന്ന ജീവജാലങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത് എങ്ങനെയോ ഒന്ന് കാണിച്ചു കൊടുക്കണം. ആർക്ക്? ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 2-ാമത്തെ സ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചതുശ്ലോകി ഭാഗവതം. ഞാൻ തന്നെയാണ് ഈ കാണുന്നത് മുഴുവൻ, ഞാൻ തന്നെയാണ് പലതായിട്ട് മാറുന്നത്. പക്ഷെ ബ്രഹ്മാവിന് തിയറി ക്ലാസ് പോരാ, പ്രാക്ടിക്കൽ വേണം. അപ്പം അത് ഇവിടെ കാണിച്ചു കൊടുക്കുക. അത് മാത്രമല്ല, തന്മാതൃഗണാം ച, ആ ഗോപസ്ത്രീകൾക്ക് വലിയ മോഹമുണ്ട്. രാവിലെ ആയാൽ അവർ ഓടി വരും. യശോദയെ എങ്ങനെ നോക്കിയിട്ട് യശോദയോട് അവർക്ക് അസൂയാണ്. യശോദ കണ്ടില്ലേ കൃഷ്ണനെ കുളിപ്പിക്കുന്നു, പൊട്ടുകുത്തുന്നു, മുടിമാടി കൊടുക്കുന്നു, പീലി വയ്ക്കുന്നു, പട്ടുടുപ്പിക്കുന്നു. എല്ലാ ദിവസമൊന്നും വേണ്ട, ഒരു ദിവസം ഇതുപോലൊരു ഭാഗ്യം നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ. യശോദയോട് ചോദിച്ചാൽ എങ്ങനെയപ്പോൾ അവളുടെ ഉത്സാഹം കാണുമ്പോൾ എങ്ങനെയപ്പോൾ ഇത് ചോദിക്കുക? യശോദ ഉത്സാഹിച്ച് അങ്ങനെ ചെയ്യുമ്പം ഒരു ദിവസം ഞാനാവാന്ന് പറഞ്ഞാൽ പിന്നെ മറ്റുള്ള ഗോപികമാരൊക്കെ ആവാ പറഞ്ഞാൽ യശോദയ്ക്ക് പറ്റുമോ? എത്ര ഗോപികമാരുണ്ട്, ഓരോ ദിവസം വെച്ച് ഓരോരുത്തരെ. പിന്നെ യശോദയുടെ ഊഴം എപ്പോഴാണ് എത്തുക? അതുകൊണ്ട് അവർക്ക് ചോദിക്കാനും വയ്യ. അവർ കണ്ടിരിക്കും, പക്ഷേ ഉള്ളിൽ ആഗ്രഹമുണ്ട്. ഒരു ദിവസം മതി, ഒറ്റ ദിവസം. ഭഗവാൻ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഒരു ദിവസം ആക്കണ്ട, 365 ദിവസം. എത്ര? ഒരു വർഷം ഞാൻ നിങ്ങൾക്ക് അവസരം തരാം. അങ്ങനെ അവരുടെ കുട്ടികളായിട്ട് ആര് പോയി? ഭഗവാൻ. ഒരു വർഷക്കാലം അവരുടെ കുട്ടികളായിട്ട് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് പോയത്. അതാണ് അവിടെ ഉണ്ടായത്. ആ ലീല വർണ്ണിക്കുകയാണ്. ഒരിക്കലും ഭഗവാൻ കുട്ടികളോട് പറഞ്ഞു, അതെ നാളെ മുതൽ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഉച്ചയ്ക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണ്ട, പുറപ്പെട്ട് വരുമ്പോൾ തന്നെ എടുത്തു പോകുന്നോളൂ. രാവിലെ ആകുമ്പോൾ കുട്ടികൾക്ക് വലിയ ഉത്സാഹം. അവർ നേരത്തെ തന്നെ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അതൊക്കെ പൊതിഞ്ഞു കൊണ്ടുവരികയാണ്. ശിഖ്ഭിഹി സ്തുക്ഭിഹി ദൃഷദ്ഭിശ്ച ബുഭുജുഹു കൃതഭാജനാഹ. ചിലർ വാഴയുടെ ഇലയിൽ അത് വാട്ടി പൊതിഞ്ഞു കൊണ്ടുവരിക, ചിലർ ചമതയുടെ ഇലയിൽ കൊണ്ടുവരിക, ചിലർ കാസറോളിൽ ചൂടാറാണ്ടിരിക്കാൻ അങ്ങനെ കൊണ്ടുവരിക, ചിലർ അട്ടിയായിട്ടുള്ള പാത്രങ്ങൾ, അവിയൽ വേറെ ഓലം വേറെ കൂടിച്ചേർന്നാൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചിലരുടെ എല്ലാം കൂടി ഒരു ചോറ്, ആ ചോറിലെല്ലാം കൂടി കൂട്ടിക്കുഴച്ച് കൊണ്ടുവരിക. ഓരോരുത്തരും ഓരോ സമ്പ്രദായമല്ലേ. ഓരോ ദിക്കിലും ഓരോ വിഭവങ്ങളാണ്. ഉച്ചയായി കഴിഞ്ഞാൽ ഭഗവാൻ അതങ്ങനെ എടുത്ത് പാത്രമൊക്കെ തുറന്നു വയ്ക്കും. അതൊക്കെ എല്ലാവർക്കും ഒരുപോലെ ഊരി വയ്ക്കുക, എല്ലാവർക്കും കിട്ടട്ടെ. ഓരോ വീട്ടിലെ ഉപ്പേരി എല്ലാവർക്കും കിട്ടട്ടെ. അങ്ങനെ എല്ലാവർക്കും ഇപ്പോൾ വിഭവം കുറേ ഉണ്ടാവുകയെ. മറ്റേതിപ്പോൾ ഒന്നും തന്നെയല്ല എല്ലാ ദിവസവും കഴിക്കുന്നത്. ഇതാണ് ഭഗവാന്റെ ഉദ്ദേശം. നടുക്ക് കൃഷ്ണൻ ഇരിക്കുന്നു, കുട്ടികളൊക്കെ ചുറ്റും ഇരിക്കുന്നു. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, എല്ലാവർക്കും കൃഷ്ണൻ്റെ അടുത്തിരിക്കാൻ പറ്റുന്നുണ്ട്. തുല്യ ദൂരല്ലേ. കൃഷ്ണൻ നടുക്കിരിക്കും, വട്ടത്തിൽ മറ്റു കുട്ടികൾ പാത്രമൊക്കെ തുറന്നു വെച്ചു. ഇത് കണ്ട് ബ്രഹ്മാവ് അത്ഭുതപ്പെട്ടു. യഥാംഭോരുഹ കർണികായാ. കൃഷ്ണൻ മഞ്ഞ നിറത്തിലുള്ള കൊന്നപ്പൂ ചാർത്തി, തോളിൽ മഞ്ഞ വേഷ്ടി, മഞ്ഞ പട്ടുടുത്ത്, മഞ്ഞ സ്വർണ്ണ വളകൾ അണിഞ്ഞ് ഭഗവാനെ കണ്ട ഒരു മഞ്ഞ നിറം. ചുറ്റും കുട്ടികളെ കാണുമ്പം ദളങ്ങൾ. ഒരു താമര വിടർത്തി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? നടുക്കുള്ള കർണിക, അതാണ് ആ മഞ്ഞ നിറം. ചുറ്റുമുള്ള ഇതളുകളാണ് കുട്ടികൾ. അത് കണ്ടപ്പോൾ ബ്രഹ്മാവിന് കൗതുകമായി. അദ്ദേഹം നല്ലോണം നോക്കിയ സമയത്ത് നെറ്റി ചുളിഞ്ഞു. ചെറിയൊരു പ്രശ്നം. ബ്രഹ്മാവിന് ഇഷ്ടപ്പെട്ടില്ല. അതാണ് ഭഗവാന്റെ വനഭോജനം എന്ന ലീല. ബിഭ്രത് വേണും ജഠരപടയോ ശൃംഗവേത്രേ ച കക്ഷേ വാമേ പാണൗ മസൃണകബളം തത്ഫലാനി അങ്കുലീഷു തിഷ്ഠൻ മധ്യേ സ്വപരിസുഹൃദോ ഹാസയൻ നർമ്മഭിസ്വൈഃ സ്വർഗേ ലോകേ മിഷതി ബുഭുജേ യജ്ഞഭുക് ബാലകേളിഃ. ബിഭ്രത് വേണും ജഠരപടയോ. തൻ്റെ കുഴലെടുത്ത് അരയിൽ വെച്ചു, കൊമ്പെടുത്ത് കക്ഷത്ത് വെച്ചു. അമ്മ തന്ന ആ ചോറിൻ്റെ പാത്രം അത് തുറന്നു. നല്ല വെണ്ണയൊക്കെ കൂട്ടി ഉരുളുരുട്ടി വെച്ചിട്ടുണ്ട്. ആ ചോറുള്ള തൻ്റെ ഇടത്തെ കൈ കൊണ്ടെടുത്തു. അതാണ് ബ്രഹ്മാവിനത് വിഷമായി. അത് പ്രതീക്ഷിച്ചില്ല. വിഷ്ണു ഭഗവാൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു സമ്പ്രദായമുള്ള ആളല്ലേ. ഇടത്തെ കൈ കൊണ്ടൊക്കെ ചോറിൻ്റെ ഉരുളെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഏത് കൈ കൊണ്ടാണ് കഴിക്കാറ്? വളരെ ശ്രദ്ധിച്ച് പ്രസാദമൊക്കെ വാങ്ങുക. ചില അമ്മമാർ ഇടത്തെ കൈ കൊണ്ട് അധികം കുട്ടികൾ വാങ്ങുക, അങ്ങനെയാണ് നീട്ടുക ചെയ്യുക. എല്ലാം വലത്തെ അവസാനം പോകും, താഴത്ത് വീഴും ചെയ്യും. അങ്ങനെയൊക്കെയാണ് പൊതു. നമ്മളൊക്കെ അത്ര നിഷ്ഠ വലത്തെ കൈ കൊണ്ട് തന്നെ വേണമെന്നൊക്കെ പറയുമ്പോൾ ഈ ഭഗവാൻ എങ്ങനെയാണത് ഇടത്തെ കൈ കൊണ്ട് കണ്ട് എടുക്കുന്ന? വലത്തെ കൈ ഫ്രീ ആണ്. എന്നിട്ടും ഇടത്തെ കൈ കൊണ്ട് കണ്ട് എടുത്തത് ബ്രഹ്മാവിന് ഇഷ്ടപ്പെട്ടില്ല. വാമേ പാണവും മസൃണ കബളം. നല്ല ഉരുളുരുട്ടി വെച്ചിട്ടുണ്ട്, എനിക്ക് വേഗം കഴിക്കാലോ എന്ന് കരുതിയിട്ട്. തത്ഫലാനി അങ്കുലീഷു. നല്ല കൈപ്പയ്ക്ക കൊണ്ടാട്ടം, അത് വട്ടത്തിൽ നുറുക്കി വറുത്ത് വെച്ചിട്ടുണ്ട്. അതെടുത്തു. കുട്ടികളൊക്കെ ചുറ്റിരിക്കല്ലേ, അതെടുത്താൽ നടുക്കുള്ള കുരു അത് മുന്നിടിക്കുന്ന കുട്ടിയോട് വായ തുറക്കാൻ പറയും. അവൻ്റെ വായക്കണ്ട് തട്ടിക്കൊടുക്കും. കുരു അയാളുടെ വായിലെത്തി. ഇത് മോതിരം പോലെയായി. അത് വിരലിലിടും. അങ്കുലീഷു. ഭക്ഷണ പദാർത്ഥം കൊണ്ട് കളിക്കരുതെന്നാണ് പറയുക. എന്നാൽ കളിച്ചും കൊണ്ട്. പയറിൻ്റെ ഉപ്പേരി എന്നാണ്, അത് നീളങ്ങനെയാണ്. അതെടുത്ത് വിരലിൻ്റെ ഇടയിൽ ഇങ്ങനെ വയ്ക്കും. ഒരു ചോറുള്ള കടിക്കും, ഒരു മോതിരം, ഒരു ഉപ്പേരി.
ഇങ്ങനെ കഴിക്കണത് കണ്ട സമയത്ത് കടിച്ച് കഴിക്കരുതെന്നാണ് പറയുക. എച്ചിലാക്കാണ്ട കഴിക്കുക പറയും, തൊടാണ്ട കഴിക്കണം. ചോറിൻ്റെ ഉള്ളിലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചുണ്ട് തൊടിക്കരുത്, കൈ വായ തൊടരുത്, ഇങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടത്. നമ്മൾ പറയുന്നത് വിദേശികൾ പഠിപ്പിച്ചു എന്നാണ്. ഒന്നുമില്ല, വടിയുണ്ട് സമ്പ്രദായമൊക്കെ നമ്മളതൊക്കെ വിട്ടോണ്ടാണ്. എന്തിനാ അങ്ങനെ കഴിക്കണമെന്ന് ചോദിച്ചാൽ തൊട്ടടുത്തുള്ള ഒരാൾ പെട്ടെന്ന് അയാൾക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ തയ്യാറായിക്കൊണ്ടാണ്. പഴംപൊരി ആണെങ്കിലും ബിസ്ക്കറ്റ് ആണെങ്കിലും എങ്ങനെ കഴിക്കാവൂ? പൊട്ടിച്ചിട്ട് കഴിക്കുക. പൊട്ടിച്ച് കഴിച്ചാൽ എന്താ, അടുത്ത കഷ്ണം നമ്മളിത് കഴിച്ചു, ഈ കഷ്ണം ബാക്കിയുണ്ടല്ലോ, ഒരാൾ വന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യുക? എടുത്തോളിട്ടു. കാരണം തൻ്റെ ഉമിനീരയിലായിട്ടില്ല, അത് എച്ചിലായിട്ടില്ല, തന്നെ അതിൻ്റെ കഷ്ണേ പൊട്ടിച്ചിട്ടുള്ളൂ. കൊടുക്കാൻ പറ്റും, പക്ഷെ നമ്മളെ രീതിയിൽ കഴിച്ചാൽ കഴിക്കുക. അടുത്തൊന്നാൾ ചോദിച്ചാൽ കടിച്ചു പോയിട്ടോ, കൊടുക്കാൻ ഉദ്ദേശമില്ല. മറ്റതല്ല, കഴിക്കുമ്പോഴും ഒരു വഴയെ കിട്ടിയിട്ടുള്ളെങ്കിലും അപ്പോഴും കൊടുക്കാനുള്ള മനസ്സൊരിക്കലും ഉപേക്ഷിച്ചില്ല. ഒരു കഷ്ണം കഴിച്ചാലും ഞാനേയും വന്നു വെച്ചാൽ കൊടുക്കാം, അങ്ങനെ അവർ കഴിക്കുള്ളൂ. അതാണ് എച്ചിലാക്കാണ്ട കഴിക്കുക. ഇത് ഭഗവാൻ കടിച്ചിട്ടാണ് കഴിക്കണതേ. ഇതാർക്കും ഇഷ്ടപ്പെട്ടില്ല, ബ്രഹ്മാവിന് ഇഷ്ടപ്പെട്ടില്ല. തിഷ്ടൻ മധ്യേ, അതും ഈ ഇടയപ്പയ്യന്മാരുടെ ഇടയിലിരുന്നും കൊണ്ട് സ്വപരി സുഹൃദോഹാസയൻ, ചോറുള്ള വായിൽ വെച്ചും കൊണ്ട് ഉറക്കുറക്ക ചിരിക്കുന്നു. അതൊക്കെ പോട്ടെ, അടുത്തുള്ള കുട്ടി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ കഴിച്ചതിൻ്റെ ബാക്കി എടുക്കുക കേട്ടോ, അത് കഴിച്ചു നോക്കുക. പ്ലേറ്റ് നിർക്കുക വെച്ചാൽ പോട്ടെ, വായന്ന് എടുത്തിട്ട് കഴിക്കുകയാണ്. ബ്രഹ്മാവിന് സഹിക്കുമോ? യജ്ഞവൃത യജ്ഞകൃത യജ്ഞീ യജ്ഞഭുഗ യജ്ഞസാധന യജ്ഞാന്തകൃത യജ്ഞഗുഹ്യം അന്നമന്നാദ ഏവച. സാക്ഷാൽ യജ്ഞസ്വരൂപനായിരിക്കുന്ന വിഷ്ണുവിൻ്റെ പത്രാസം ഒന്ന് കാണണം. എന്നാൽ അദ്ദേഹം തന്നെ കൃഷ്ണനായിട്ട് വരുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് മാറാൻ പറ്റും ഒരാൾക്ക്? നമുക്കൊക്കെ പറ്റുമോ? കാലം മാറി എന്ന് കരുതിയിട്ട് നമുക്കങ്ങോട്ട് മാറാൻ പറ്റുമോ? നമുക്കില്ല. നമ്മൾ ചോദിക്കും, ഇയാൾ ഇങ്ങനെ മാറും നമ്മളാരെയും വിചാരിക്കുമോ? അതുകൊണ്ട് യജ്ഞസ്വരൂപനായിട്ടുള്ള വിഷ്ണു തന്നെ അല്ലേ ഇപ്പം അതെന്ന് ആർക്ക് സംശയം? ബ്രഹ്മാവിന് പോലും ഒരു സംശയം ഒന്ന് ഉറപ്പിക്കണ്ടേ എന്ന് കരുതി ബ്രഹ്മാവ് എന്ത് ചെയ്തു? തൻ്റെ ലീല, അദ്ദേഹം ആ പശുക്കുട്ടികളെ മുഴുവൻ സത്യലോകത്തേക്ക് കൊണ്ടുപോയി. ബ്രഹ്മാവ് വിചാരിച്ചു ഇനിയിപ്പം പശുക്കുട്ടികൾ പോയല്ലോ, ആകെ പരിഭ്രമിക്കും ആ ഗോപബാലന്മാർ. സത്യമാണ്, ഗോപബാലന്മാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, പശുക്കുട്ടികളുടെ കരച്ചിലൊന്നും കേൾക്കണില്ല, വല്ല അപകടവും പറ്റിയോ? ഞങ്ങൾ പോയി നോക്കട്ടെ. കൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ കഴിച്ചോളൂ, ഞാൻ പോയി നോക്കാം. ഭഗവാൻ ആ ഉരുള കഴിച്ച് ഇവരുടെ തലയിൽ കൂടെ ചാടി ഭഗവാൻ ആ പശുക്കുട്ടികളെ അന്വേഷിച്ച് പോയതാണ്. ശരിയാ നിങ്ങൾ പറഞ്ഞത് കേട്ടോ, പശുക്കുട്ടികളൊന്നും ഇവിടെ കാണാനില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ബ്രഹ്മാവ് എന്ത് ചെയ്തു? ഈ കുട്ടികളെയും സത്യലോകത്തേക്ക് കൊണ്ടുപോയി. ഇനി ഭഗവാൻ കുടുങ്ങണതൊന്ന് കാണാം. ആര് കുടുങ്ങണത്? കൃഷ്ണൻ കുടുങ്ങണതൊന്ന് കാണാം എന്നാണ് ബ്രഹ്മാവ് വിചാരിച്ചതെങ്കിൽ പരീക്ഷത്തെ കുടുങ്ങിയത് ബ്രഹ്മാവാണ്. അദ്ദേഹം 4 തല കൊണ്ടും പരിഭ്രമിക്കും. നമുക്ക് പിന്നെ ഒന്നേ ഉള്ളൂ, നമുക്കൊരു തലവേദന ഉണ്ടാവുള്ളൂ. ഇത് അതല്ല, ഇത് 4 തലവേദന. ബ്രഹ്മാവ് അങ്ങോട്ട് കുടുങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കൃഷ്ണനാകെ പരിഭ്രമിക്കും. തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ആകെ തല ചൊറിഞ്ഞ് അങ്ങനെ പോവും. അമ്മമാരൊക്കെ പരാതി പറയും, അവരുടെ പരാതിയൊക്കെ കേൾക്കുക. നിന്നെ വിശ്വസിച്ചിട്ടല്ലേ കൃഷ്ണ ഞങ്ങളുടെ കുട്ടികളെ നിൻ്റെ കൂടെ പറഞ്ഞയച്ചത് നമുക്ക് അവർ പറയില്ലേ? ഭഗവാൻ അങ്ങനെ നടന്ന് തൻ്റെ ആ സ്ഥലത്തങ്ങോട്ട് എത്തിയതും ആ കവാടം കടന്ന് അകത്തേക്ക് അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ എത്ര കുട്ടികളുണ്ടോ അത്രയും കുട്ടികൾ തന്നിൽ തന്നെ അങ്ങോട്ട് ഉണ്ടാവാൻ തുടങ്ങി. എൻ്റെ കൂടെ വന്ന കുട്ടികളൊക്കെ അവിടെ ഉണ്ട്. എത്ര പശുക്കുട്ടികളുണ്ടോ അത്രയും പശുക്കുട്ടികളായി മാറിയാര്? ഭഗവാൻ തന്നെ. ഒരേ ഒരു ഭഗവാൻ പലതായിട്ട് മാറി. അതുതന്നെയാണ് ഇവിടെ കാണുന്നതും. ഒരേ ഭഗവാൻ പത്രണ്ണായി ഇവിടെ ഒക്കെ. യാതൊന്നു കാൺമതോ നാരായണ പ്രതിമ, അതൊക്കെ ഭഗവാൻ തന്നെയാണ്. പക്ഷെ നമുക്ക് തോന്നില്ലല്ലോ, അതല്ലേ ഭഗവാന്റെ മാജിക്ക്. തോന്നില്ല, പക്ഷെ നമ്മളൊക്കെ മണ്ണാവും. അപ്പോൾ മനസ്സിലാവും ഒക്കെ ഒന്നായിട്ടോ അല്ലേ? ഒക്കെ ഇവിടെ തന്നെ. അച്ഛനും മുത്തച്ഛൻ്റെ അച്ഛനും ഒക്കെ ഇവിടെ തന്നെ, ഒക്കെ ഇവിടെ ഉണ്ട്. ഒക്കെ ഒന്ന് തന്നെ. നമുക്ക് പലതായിട്ടല്ലേ തോന്നണത്? അതെ, പക്ഷെ ഒന്ന് തന്നെയാണ്. അത് കാണിച്ചിട്ടാണ്. ഒക്കെ ഒന്ന് തന്നെ, പലതില്ല. നമുക്ക് തോന്നുകയാണ്. യാവത് ശീലഗുണാഭിതാകൃതി വയഃ യാവത് വിഹാരാദികം സർവം വിഷ്ണുമയം ഗിരോംഗവദജ സർവസ്വരൂപോ ബഭൗ യാവത് വത്സപവത്സകാൽപകവപുഃ യാവത് കരാഘ്ര്യാദികം യാവത് യഷ്ടിവിഷാണവേണുദളശിഖ യാവത് വിഭൂഷാംബരം. എത്ര കുട്ടികളുണ്ടോ അത്രയും കുട്ടികൾ. അവരുടെ ശീലത്തിന് മാറ്റമില്ല, ഗുണത്തിന്, സ്വഭാവത്തിന്, വാസനയ്ക്ക്, അവരുടെ രോഗത്തിന് പോലും. രാവിലെ പോകുമ്പോൾ ജലദോഷമുണ്ട്, തിരിച്ചു വരുമ്പം പോയി. അങ്ങനെയല്ല. ജലദോഷമുള്ള കുട്ടിയച്ചാൽ ജലദോഷമുള്ള കുട്ടി തന്നെ തിരിച്ചു വരുമ്പോഴും. മുടി വെട്ടിയ കുട്ടിയച്ചാൽ മുടി വെട്ടി, മൊട്ടടിച്ച കുട്ടിയച്ചാൽ മൊട്ടടിച്ച കുട്ടി, മുടി നീട്ടിയ കുട്ടിയച്ചാൽ മുടി നീട്ടിയ കുട്ടി, കൊന്ത്രമ്പലുള്ള കുട്ടിയാച്ചാൽ തിരിച്ചു വരുമ്പോൾ കൊന്ത്രമ്പലില്ല. അങ്ങനെ പറ്റും. അതല്ല, തിരിച്ചു വരുന്ന കുട്ടിക്കും
ഒക്കെ ഒന്നൊരു മാറ്റമില്ല. ട്രൗസർ ഇട്ട കുട്ടിയച്ച ട്രൗസർ ഇട്ട കുട്ടി, കാവ്യമുണ്ടെടുത്ത കുട്ടിയച്ച കാവ്യമുണ്ടെടുത്ത കുട്ടി. കാവ്യമുണ്ടിൽ മാങ്ങയുടെ കറ ഉണ്ടെങ്കിൽ ഈ കാവ്യമുണ്ടിലും മാങ്ങയുടെ കറ വരെ ഭഗവാൻ. യാവത് ശീല ഗുണാഭിതാകൃതി, ആകൃതിക്കോ വയസ്സിനോ സ്വഭാവത്തിനോ ചേഷ്ടകൾക്ക് വാസനയ്ക്ക് പോലും ഒരു മാറ്റമില്ല. സർവം വിഷ്ണുമയം, എല്ലാം വിഷ്ണുമയം. അവരുടെ കയ്യിലുള്ള ടിഫിൻ ബോക്സ് ഭഗവാൻ, വാട്ടർ ബോട്ടിൽ ഭഗവാൻ തന്നെ, കയ്യിലുള്ള വടി ഭഗവാൻ, കുഴൽ ഭഗവാൻ, ഒക്കെ ഭഗവാൻ തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ജീവനുള്ളതും ജീവനില്ലാത്ത വസ്തുക്കളൊക്കെ ആരെന്നെയാണ്? ഭഗവാൻ അല്ലാണ്ടൊന്ന് കാണിച്ചരും, ഒന്ന് കാണിച്ചൊരു, ഭഗവാൻ അല്ലാത്തൊന്ന് കാണിച്ചൊരു. അങ്ങനെ കാണിക്കുക. ഭഗവാനെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല, ഭഗവാൻ അല്ലാത്തൊന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാനും സാധിക്കില്ല. യാവത് ശീലഗുണാഭിതാകൃതി വയഃ യാവത് വിഹാരാദികം സർവം വിഷ്ണുമയം, എല്ലാം വിഷ്ണുമയം ആണെന്ന് കാണിച്ചു കൊടുക്കണം. ഏതായാലും ബ്രഹ്മാവാണ് ഇപ്പം കുടുങ്ങിയത്. ഭഗവാൻ പിറ്റേ ദിവസം വീണ്ടും കളി തുടങ്ങി, കുട്ടികളൊക്കെ വരും, പശുക്കുട്ടികൾ വരും, കളിക്കും, വൈകുന്നേരം തിരിച്ചു പോകും. പിറ്റേ ദിവസം അങ്ങനെ തന്നെ. എല്ലാ ദിവസവും ഭഗവാനൊരു കുഴപ്പമില്ല, കുട്ടികളൊക്കെ ആയിട്ട് കളിക്കുന്നുണ്ട്. പക്ഷേ ബ്രഹ്മാവിൻ്റെ കാര്യം കുറച്ച് പരിങ്ങല. സത്യലോകം വളരെ നീറ്റായിട്ടുള്ള സ്ഥലമാണ്, ഏറ്റവും മുകളിലുള്ള സ്ഥലമാണ്, നല്ല ടൈൽസൊക്കെ ഒട്ടിച്ച് വൃത്തിയുള്ള സ്ഥലത്ത്. ഇപ്പം അവസ്ഥ മഹാകഷ്ടമാണ്. ഈ പശുക്കുട്ടികളൊക്കെ അവിടെ ഗോമൂത്രം ചാണകവും ഇതാര് വാരണം? സരസ്വതി വാരുമോ? സരസ്വതിയുടെ ചീത്ത കേൾക്കാണ് ബ്രഹ്മാവിൻ്റെ പണി. ഒരാവശ്യമില്ല, അവിടെയും പോയി പശുക്കുട്ടളെയും കൊണ്ടുവരും. എന്നാൽ നോക്കാനുള്ള ആളെയും കൂടി കൊണ്ടുവരണം. ഇതിലിപ്പോൾ ഞാൻ നോക്കണം എന്ന് പറഞ്ഞ് ഈ പശുക്കുട്ടികളുടെ ചാണകം വാര പാവം ബ്രഹ്മാവ് വാരാണ്. എന്നാൽ കുട്ടികളെ കൊണ്ടുവന്നപ്പോൾ അവരച്ച മഹാവികൃതികൾ. കൃഷ്ണൻ്റെ അടുത്തിരിക്കണത് നോക്കണ്ട, ഇവിടുത്തെപ്പോഴേക്ക് അവരുടെ ശരിക്കുള്ള സ്വഭാവം മഹാവികൃതികൾ. അവർ പോയി അളമാരി തുറക്കുകയാണ്. ആരുടെ? സരസ്വതിയുടെ അളമാരി തുറന്ന് പട്ടുസാരി കൊണ്ടുപോവുക, കൗബീനാക്കാം എന്ന് പറഞ്ഞാൽ അവർ ചീന്തി മടക്കിയിട്ട് വെക്കുകയാണ്. അതൊക്കെ ഒന്ന് മാറ്റി അളമാറി പൂട്ടുമ്പോഴേക്കും വന്ന് അരയണത്തിൻ്റെ പുറത്ത് കയറിയിരുന്ന് കൊക്ക് പിടിച്ച് ഒടിക്കുക. മുത്തശ്ശ ടാറ്റ. ബ്രഹ്മാവ് ഇവരെയൊക്കെ പിടിച്ച് മാറ്റി നേരെയാക്കുമ്പോഴേക്കും സരസ്വതിയുടെ വീണ കൊണ്ടുപോയി അത് വെച്ചിട്ട് ടൈം എന്ന് പറഞ്ഞത് പൊട്ടിക്കുക കമ്പി. ഈ ചുരുക്കം പറഞ്ഞാൽ കുടുങ്ങി. ബ്രഹ്മാവാകെ പരിഭ്രമിച്ചു. കൃഷ്ണൻ പരിഭ്രമിക്കുന്ന കരുതിയെങ്കിൽ തെറ്റി. ബ്രഹ്മാവ് ഇവിടെ വൃന്ദാവനത്തിൽ വന്നപ്പോഴോ അവിടെ വികൃതികളായിട്ടുള്ള കുട്ടികളൊക്കെ കൃഷ്ണൻ്റെ കൂടെ വളരെ ശാന്തരായിട്ടിരുന്ന് ഊണ് കഴിക്കുന്നു, കഴിഞ്ഞാൽ കളിക്കുന്നു, തിരിച്ചു പോകുന്നു. തൻ്റെ സത്യലോകത്ത് വന്ന് നോക്കിയ സമയത്ത് താനിരിക്കുന്ന ഇരിപ്പിടത്തിൽ തൻ്റെ ആ താമരയുടെ മുകളിൽ തന്നെപ്പോലെ വേറൊരാൾ. ബ്രഹ്മാവിനെ തന്നെ ആരുണ്ടാക്കി? ഇതിനേക്കാൾ നല്ലൊരു ബ്രഹ്മാവ്, ഒന്നും കൂടി കേമനായിട്ടൊരു ബ്രഹ്മാവിനെ ഭഗവാൻ തന്നെ ഉണ്ടാക്കി. തൻ്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാൻ പുറപ്പെട്ടപ്പം ഭടന്മാർ തടഞ്ഞു. ആധാർ കാർഡ് എവിടെ ചോദിച്ചു. ഇന്നലെ വരെ ശമ്പളം കൊടുത്തത് താനാ, തന്നോട് ചോദിക്കുകയാണ് ആരാ എന്താന്ന്. അത്രയ്ക്ക് ഇങ്ങോട്ട് എത്തി. അപ്പോഴേ നമ്മളൊക്കെ പഠിക്കുള്ളേ. നമ്മളുടെ ഈ അധികാരത്തിനോടൊക്കെ ഉള്ള ഭ്രമം തീർന്നാൽ ഇങ്ങനെ അങ്ങോട്ട് ചോദിക്കണം. വീട്ടിൽ കയറുമ്പോൾ ആരാ ചോദിക്കണം. അപ്പം ഒന്നും അറിയും കഥ. അത് വലിയ അഭിമാനം എന്നാണ്. അതാണ് വിഷയം. ഇവിടെ ബ്രഹ്മാവനാകെ പരിഭ്രമായി. തൻ്റെ പോസ്റ്റ് പോകുന്ന കണ്ടപ്പോൾ അദ്ദേഹം നല്ലോണം നോക്കി ആ ബ്രഹ്മാവിനെ. മുഖം മൂടി മെല്ലെ മാറ്റി. കൃഷ്ണൻ പുഞ്ചിരിച്ചു. ഇനി ഇവിടെ നിന്ന് തിരിയണ്ട, ഹെഡ് ഓഫീസിലേക്ക് പോയിക്കോളൂ, ഇവിടെ നിന്ന പരിഹാരമൊന്നുമില്ല. എവിടെയത് ഹെഡ് ഓഫീസ്? എവിടെയാണ്? വൃന്ദാവനത്തിലേക്ക് ചെല്ലൂ, കാര്യങ്ങളൊക്കെ അവിടുന്ന് പരിഹരിക്കാം. പിന്നെ ബ്രഹ്മാവ് അവിടുന്ന് ബോധം കെട്ടു. പിന്നെ എണീക്കണത് വേണുഗാനം കേട്ടുകൊണ്ടാണ്. ഭഗവാന്റെ കാൽക്കൽ വീണ് കിടക്കുകയാണ് ആര്? ബ്രഹ്മാവ്. വേണുഗാനം കേട്ടു. ഉണർന്ന സമയത്ത് കൃഷ്ണനെ കണ്ടു. കയ്യിൽ ഉരുള പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ചോറുള്ളിലും കൈ പിടിച്ച് നിൽക്കുന്ന ആ കൃഷ്ണൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. തൻ്റെ 4 തലകളെ കൊണ്ടും അദ്ദേഹം ഭഗവാന്റെ ശിരസിൽ തട്ടിക്കാൻ വേണ്ടി ഉരുണ്ടു. ഇങ്ങനെയാണ് ശയനപ്രദക്ഷിണം തുടങ്ങിയത്. എല്ലാ തലയും ഭഗവാന്റെ ശിരസിൽ, ഭഗവാന്റെ പാദത്തിൽ മുട്ടിക്കുകയാണ്. അങ്ങനെ സ്പൃഷ്ടുവാ ചതുർമുകുടകോടിഭിരംഘ്രിയുഗ്മം നത്വാ മുദശ്രുസുജലൈഹി അകൃതാഭിഷേകം. തൻ്റെ കണ്ണീര് കൊണ്ട് ഭഗവാന്റെ പാദം കഴുകി ഭഗവാനെ കേമായിട്ട് സ്തുതിച്ചു. നൗമീഡ്യത്തെ അഭ്രവപുഷേ തടിതംബരായ ഗുഞ്ചാവതംസപരിപിച്ഛല സന്മുഖായ വന്യസ്രജേ കപളവേത്ര വിഷാണവേണുലക്ഷ്മശ്രിയേ മൃദുപദേ പശുപാങ്കജായ. ഇടയൻ്റെ മകനെ എന്നാണ് ബ്രഹ്മാവ് വിളിക്കുന്നത്. ഇതാണ് അത്ഭുതം. ശരിക്കും പറഞ്ഞാൽ ബ്രഹ്മാവ് അതല്ല വിളിക്കേണ്ടത്. ബ്രഹ്മാവ് വിളിക്കേണ്ടത് സഹസ്രശീരുഷാ പുരുഷ എന്ന് വിളിക്കേണ്ട ആളാണ്. പക്ഷെ അദ്ദേഹം വിളിച്ചത് ഇടയൻ്റെ മകനെ എന്നാണ്. എന്നാൽ വസുദേവര് ഉണ്ണി ഉണ്ടായപ്പോൾ ഉണ്ണി എന്താ വിളിക്കേണ്ടത്? കണ്ണല്ലേ അല്ലേ, എൻ്റെ പഞ്ചാരിയല്ലേ, ചക്കരയല്ലേ എന്ന് വിളിക്കേണ്ട ആള്. അദ്ദേഹം പറഞ്ഞത് കേവലാനുഭവാനന്ദസ്വരൂപ. ഒക്കെ തിരിഞ്ഞു പോവുകയാണ്. അതാണ് കൃഷ്ണാവതാരത്തിൻ്റെ പ്രത്യേകത.
അങ്ങ് ഒരു ഇടയൻ്റെ മകനല്ലേ കൃഷ്ണ, അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് അങ്ങനെ കാണാനാണ് ഇഷ്ടം എന്നാണ് ബ്രഹ്മാവ് പറയുന്നത്. ജ്ഞാനേ പ്രയാസം. ഇവിടെ അറിവുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എത്ര പ്രയാസമാണ്. ശാസ്ത്രം പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യം അല്ല. ഇതാണ് അതിലെ വിഷയം. അത്ര എളുപ്പമാണെന്ന് തോന്നും നമുക്ക്. നമ്മളൊക്കെ ഇപ്പോൾ എത്ര കാലമായി ഓരോന്നെടുത്ത് തുടങ്ങിയിട്ട് വായിക്കണം പഠിക്കണം എന്നൊക്കെ കരുതിയിട്ട് എവിടെ എത്തി? അവിടെ ഇരിക്കുന്നുണ്ട്. അതല്ലാതെ ഇപ്പോൾ അതങ്ങനെ ചിട്ടയോടുകൂടി ക്രമത്തിൽ ലേശം ലേശമായിട്ട് അർത്ഥമൊക്കെ മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോവുക പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യം അല്ല. ജ്ഞാനേ പ്രയാസം. കഥ പറയുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണോ? ആണോ? ചിലപ്പോൾ പറയണതൊക്കെ കാണുമ്പോൾ നമുക്ക് എളുപ്പം തോന്നും, എന്ത് സുഖാലേ അവിടെ ഇരുന്ന് അങ്ങനെ എന്താലേ എന്നാൽ ഇരിക്കൂ, ഇവിടെ ഇരിക്കൂ എന്ന് കേൾക്കട്ടെ. അത്ര എളുപ്പമുള്ള കാര്യം നല്ലത്. കാരണം നമ്മളിങ്ങനെ പറയുമ്പോൾ കുറേ പേര് മുന്നിലിരിക്കുന്നുണ്ട്, ഇവരൊക്കെ അത് ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലേ, ഉറങ്ങുകയാണോ പറയാൻ പറ്റുമോ? ശ്രദ്ധിക്കാത്തവരാണെങ്കിലോ ചിലപ്പോൾ എന്ത് പറഞ്ഞാൽ ഒരു കുലുക്കൂലിയാത്ത അങ്ങനെയുള്ളവരൊക്കെ മുന്നിലിരിക്കുന്നുണ്ടെങ്കിൽ പറയാൻ പറ്റുക എന്നുള്ളത് നമുക്ക് ശീലം കൊണ്ട് പറ്റും. അത്ര എളുപ്പമുള്ള കാര്യമല്ല അത്. അതത്ര എളുപ്പമല്ല. മാത്രമല്ല കഥ പറയുന്ന സമയത്ത് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. കേൾക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം? ചാരാൻ പറ്റുമല്ലോ ഇല്ലേ? ഇത് ചാരാൻ പറ്റില്ല. നമുക്ക് കൈയുള്ള കസേരയാണ്, കൈയൊക്കെ അങ്ങനെ വെച്ച് അങ്ങനെ സുഖമായിട്ട് ഉറങ്ങാം. കേൾക്കുമ്പം ഉറങ്ങാൻ പറ്റും, പറയുമ്പം ഉറങ്ങാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ പറയുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. കേൾക്കാനുള്ളതോ നല്ല സുഖമാണ്. കേൾക്കുമ്പം ആനന്ദം. അഥവാ ഉറങ്ങിയാലും ആനന്ദമാണോ? സുഖമായിട്ടല്ലേ ഉറങ്ങണുള്ളൂ, ദുഃഖമായിട്ട് ആരും ഉറങ്ങണില്ലല്ലോ. കേൾക്കുമ്പോഴും സുഖം, അഥവാ ഉറങ്ങിപ്പോയാലും സുഖം. ഇങ്ങനൊരു ഗുണം കഥ കേൾക്കുന്നതിലുണ്ട്. ഇവിടെ പറയണത് എന്താ ചോദിച്ചാൽ, അറിവുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. ഈ അറിവൊക്കെ നേടിക്കഴിഞ്ഞാൽ എന്താ കിട്ടുക ചോദിച്ചാൽ ആനന്ദം. എന്താ കിട്ടുക? അറിവ് കൊണ്ട് ആനന്ദം. ഈശ്വര കഥകൾ കേട്ടാൽ എന്താ കിട്ടുക? കഥകൾ കേട്ടാലും കിട്ടുക ആനന്ദം. കഥ കേൾക്കുന്ന ആൾക്കും കഥ പറയുന്ന ആൾക്കും വൈകുണ്ഠ കിട്ടുക. എന്നാൽ പിന്നെ നല്ലത് കഥ കേൾക്കല്ലേ? അതാ ചോദ്യം. അതല്ല കഥ പറയുന്ന ആൾക്ക് ഒരു സ്പെഷ്യൽ വൈകുണ്ഠം അങ്ങനെ കാണിച്ചാൽ നമുക്ക് അങ്ങനെ കാണിച്ചാൽ നോക്കാം. അതില്ല. കഥ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഒരേ വൈകുണ്ഠം തന്നെയാണെങ്കിൽ എന്തിനാ കൃഷ്ണ എന്നെ പിടിച്ച് അങ്ങ് ബ്രഹ്മാവാക്കി? പേരിനിപ്പം ബ്രഹ്മാവ് എന്നും പറഞ്ഞ് അങ്ങോട്ട് മുകളിലിരുത്തി. ഇപ്പോഴോ ഒന്നും സാധിക്കാത്ത അവസ്ഥയാണ്. അങ്ങയുടെ കൂടെ കളിക്കാനൊക്കെ സൗകര്യം ഒരു ഗോപബാലനായാൽ മതിയായിരുന്നു. അങ്ങയുടെ കൂടെ കളിക്കാൻ സാധിക്കും. ഇപ്പം ഞാനീ ചെയ്ത കർമ്മം അങ്ങേ അറിയായിട്ടൊന്നുമല്ല. അങ്ങ് തെറ്റിദ്ധരിക്കരുത്. ഇല്ല, അങ്ങ് തെറ്റിദ്ധരിക്കില്ല, സർവജ്ഞനല്ലേ അങ്ങ്. ഞാനീ ചെയ്ത കർമ്മം അങ്ങ് എങ്ങനെ കണക്കാക്കിയാൽ മതി? അങ്ങയുടെ കുട്ടിയല്ലേ ഞാൻ. എൻ്റെ അച്ഛനും അമ്മയും ആരാ? ബ്രഹ്മാവ് എവിടെ നിന്നാണ് ഉണ്ടായത്? വിഷ്ണു ഭഗവാന്റെ നാഭീകമലത്തിൽ നിന്നാണ് ബ്രഹ്മാവ് ഉണ്ടായത്. അപ്പം ബ്രഹ്മാവിൻ്റെ അച്ഛനും അമ്മയും ആരാ? ഭഗവാനാണ്, വിഷ്ണു ഭഗവാനാണ്. ആ വിഷ്ണു ഭഗവാൻ തന്നെയാണ് കൃഷ്ണൻ. അതുകൊണ്ട് അങ്ങ് എൻ്റെ അച്ഛനും അമ്മയല്ലേ. കുട്ടികൾ ചിലപ്പം ഗർഭത്തിലിരിക്കുന്ന സമയത്ത് അമ്മയെ ചവിട്ടി എന്നൊക്കെ വരും. ഗർഭത്തിലിരിക്കുമ്പോൾ കുട്ടി ചവിട്ടിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് വിഷമമുണ്ടോ? അമ്മയ്ക്ക് സന്തോഷമേ ഉള്ളൂ. അമ്മ അങ്ങനെ കുട്ടി അനങ്ങുന്നുണ്ട്, ചവിട്ടണത്. പക്ഷേ അമ്മയ്ക്ക് സന്തോഷമാണ്. ഇനി പ്രസവിച്ച് കഴിഞ്ഞാലും ആ കാലം അമ്മ തല്ലുടിക്കുമോ? അമ്മ ചോദിക്കുമോ ഏത് കാലം കൊണ്ടാണ് ചവിട്ടിയത്? ഇടത്തെ കാലം ഉണ്ടോ വലത്തെ കാലം ഉണ്ടോ? ചോദിക്കൊന്നുമില്ല. ആ ചവിട്ടിയ കാല് തന്നെ അമ്മ എന്ത് ചെയ്യും? അമ്മ എണ്ണയൊക്കെ തേച്ച് കുഞ്ഞിക്കാല് വളരെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു കൊടുക്കുക ചെയ്യുക. ചവിട്ടിയ കാല് പോലെ അമ്മ എന്താ ചെയ്യുക? ഒഴിഞ്ഞു കൊടുക്കല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പം ചവിട്ടിയത് അങ്ങ് എന്ത് ചെയ്താൽ മതി? അങ്ങൊന്ന് തന്നെ ഒഴിഞ്ഞു തന്നാൽ മതി. ഇതാണ് ജ്ഞാനേ പ്രയാസം. ഉത്ക്ഷേപണം ഗർഭഗതസ്യ പാദയോഹോ. ഗർഭത്തിലിരിക്കുന്ന സമയത്ത് കുട്ടി അമ്മയെ ചവിട്ടാറില്ലേ? അങ്ങനെയുള്ളൊരു അവിവേകമായിട്ട് അങ്ങ് കണക്കാക്കിയിട്ട് പൊറുക്കണം ഭഗവാനെ. എൻ്റെ ചിന്ത എന്താണെന്നാണെങ്കിൽ അങ്ങ് എന്തിനെ എന്നെ ബ്രഹ്മാവാക്കി? ഞാൻ ആലോചിക്കുകയാണ്, ഇവിടെ ഈ വൃന്ദാവനം എത്ര ധന്യമാണ്. അഹോതിധന്യ വ്രജഗോരമണ്യ സ്തന്യാമൃതം പീതമതീവതേ മുദ യാസാം വിഭോ വത്സതരാത്മജാത്മന യതൃപ്തയേദ്യാപി ന ചാലമധ്വര. ഇവിടെയുള്ള ഗോപികളുടെ ഭാഗ്യം ആലോചിക്കുമ്പോൾ അവരൊക്കെ എന്ത് ഭാഗ്യം ചെയ്തു. അങ്ങയുടെ ലീലകളൊക്കെ കാണാനും കേൾക്കാനൊക്കെ അവർക്ക് സാധിക്കുന്നില്ലേ? ഗോപബാലന്മാരുടെ ഭാഗ്യം, അങ്ങയുടെ കൂടെ കളിക്കാൻ സാധിക്കുന്നില്ലേ? എനിക്കോ മഹാദേവനോ അത് പറ്റുന്നുണ്ടോ? പറയുമ്പം ശിവനാണ് ബ്രഹ്മാവെന്ന് പറയുന്നല്ലാതെ ഇതേപോലെ സുലഭമായിട്ട് അങ്ങയെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ അവിടെ ഗോപബാലന്മാരുടെ ഭാഗ്യം, തോള് കൈയിടാം, ഭഗവാന്റെ കൂടെ കളിക്കാം. പശുക്കുട്ടികളുടെ ഭാഗ്യം നോക്കൂ, അങ്ങ് അവരെ പോയി തലോടാറില്ലേ? എപ്പോഴെങ്കിലും ഞങ്ങളെ ആരെങ്കിലും അങ്ങ് തലോടിയിട്ടുണ്ടോ? ഇടയ്ക്ക് പുറം ചൊറിഞ്ഞു കൊടുക്കും പശുവിൻ്റെയൊക്കെ. ആ പശുക്കുട്ടികളുടെ ഭാഗ്യം അങ്ങയുടെ പാദം നക്കി തോർത്തണില്ലേ? അത് എന്താ ബ്രഹ്മാവെ അങ്ങ് പറഞ്ഞു വരുന്നത്? അങ്ങക്ക് എന്താ പശുക്കുട്ടിയാവണോ? വേണ്ട. എന്താ വേണ്ടാത്തു? അല്ല, അത്രയ്ക്ക് പുണ്യം എനിക്കില്ല. പിന്നെന്താ അങ്ങക്ക് വേണ്ടത്? അങ്ങക്ക് എൻ്റെ അച്ഛനെ പോലെ നന്ദഗോപരെ പോലെ ആവണോ?
ഒരു കൊല്ലം വേണമെങ്കിൽ അങ്ങയെ ഞാൻ നന്ദഗോപരാക്കി ഇവിടെ നിർത്താം. ഭഗവാൻ വിചാരിച്ച് സാധിക്കാത്ത കാര്യമൊന്നുമില്ല. വേണ്ട. എന്താ കാരണം? അത്രയ്ക്ക് പുണ്യം എനിക്കില്ല കൃഷ്ണ. കൊഞ്ചി അങ്ങ് അച്ഛാന്ന് വിളിക്കുമ്പോൾ അത് കേൾക്കാൻ നന്ദഗോപർ എന്തോ വലിയ പുണ്യം ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് പുണ്യം എനിക്കില്ല. അതുകൊണ്ട് എന്നെ നന്ദഗോപരാക്കണ്ട. എന്നാൽ യശോദയാക്കണോ? അതും വേണ്ട. എന്താ കാരണം? അത്രയ്ക്ക് പുണ്യവും പിന്നെ അങ്ങയ്ക്ക് എന്താ വേണ്ടു? അതൊന്നും അങ്ങ് പറയൂ. അഹോ ഭാഗ്യം അഹോ ഭാഗ്യം നന്ദഗോപവ്രജൗകസാം യന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം. ഒന്ന് മാത്രം മതി. ഈ ഗോപികളും ഈ ഗോപബാലന്മാരും പശുക്കുട്ടികളും അങ്ങയുടെ അച്ഛനും അമ്മയൊക്കെ ചവിട്ടി നടക്കുന്നുണ്ടല്ലോ ഈ വൃന്ദാവനത്തിൽ. അതുകൊണ്ട് അങ്ങനെ അവരുടെയൊക്കെ പാദസ്പർശം ഏൽക്കാൻ പാകത്തിനൊരു പുല്ലായിട്ട് ജനിക്കാൻ പറ്റിയാൽ. പുല്ലായി ജനിക്കരുതോ, എനിക്കിവിടെ വൃന്ദാവനത്തിലൊരു പുല്ലായിട്ട് ജനിക്കാൻ സാധിച്ചാൽ, അതല്ലെങ്കിൽ കല്ലായി ജനിക്കരുതോ, ഇനി ഒരു കല്ലായിട്ടെങ്കിലും. ആ കൃഷ്ണൻ വന്നിരിക്കുമല്ലോ, ഇടയ്ക്ക് വന്ന് ആ പാറയുടെ മുകളിൽ വന്നിരിക്കുകയാണെങ്കിൽ, അങ്ങനെയെങ്കിലും ഇവിടെ ഒരു പുല്ലായിട്ടോ കല്ലായിട്ടോ വൃന്ദാവനത്തിലൊരു ജന്മം കിട്ടുകയാണെങ്കിൽ തത് ഭൂരി ഭാഗ്യം ഇഹ ജന്മ കിമപ്യടവ്യാം യത് ഗോകുലേപി കഥമാഘ്രിരചോഭിഷേകം. അത് വലിയ ഭാഗ്യമായിട്ട് അടിയൻ കണക്കാക്കും എന്ന് പറഞ്ഞ് ബ്രഹ്മദേവൻ ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്നു. താവത് രാഗാതയസ്തേനാ താവത് കാരാഗൃഹം ഗൃഹം. ഭഗവാനിൽ ഭക്തി വരുന്നില്ലെങ്കിൽ എന്തൊക്കെ വിശേഷം ഉണ്ടായിട്ടാ കാര്യം? വലിയ വീടാണ്. ഭക്തി ഇല്ലാത്തവരാ വീട്ടിലെങ്കിൽ എന്താ കാര്യം? വലിയ ബംഗ്ലാവ്. വീടിൻ്റെ പേരെന്താ? പ്രശാന്തി നിലയം. എന്നും ബഹള, എന്നും ചണ്ട, എന്നും കോടതിയില. പിന്നെന്താ കാര്യം? അത് കാരാഗൃഹ. അതിന് ഗൃഹം എന്ന് പറയാൻ വയ്യ. താവത് കാരാഗൃഹം ഗൃഹം. എപ്പോഴാണോ ഭക്തി ഉണ്ടാവുന്നത് അതല്ലേ മുഖ്യം. അത് വന്നാൽ പിന്നെ രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഭഗവാനെ അങ്ങയെപ്പറ്റി അറിയുന്നവർക്ക് തന്നെ അങ്ങയെ അറിയുള്ളൂ. ജാനന്ദയേവ ജാനന്ദോ കിം ബഹുക്തിയാ നമേ പ്രഭോ. അങ്ങയെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും പറ്റില്ല. അങ്ങയുടെ കാരുണ്യത്തെ പറ്റിയിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കാൻ പറ്റുമോ? ഇതൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്നവർക്ക് അതറിയാം, അല്ലാതെ അതൊന്നും പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്നു. ബ്രഹ്മദേവനെ ഭഗവാൻ അനുഗ്രഹിച്ചു. ബ്രഹ്മദേവനാവട്ടെ താൻ കൊണ്ടുപോയ കുട്ടികളെ തിരിച്ചു കൊടുത്തു. ഭഗവാനാവട്ടെ താനായിട്ട് മാറിയ കുട്ടികളെ തന്നിലേക്ക് തന്നെ ഉപസംഹരിച്ചു. കുട്ടികൾ ബ്രഹ്മലോകത്ത് നടന്ന കാര്യമൊക്കെ മറന്നുപോയി. ബ്രഹ്മലോകത്തൊരു നിമിഷമേ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ബ്രഹ്മദേവൻ്റെ ഒരു നിമിഷം ഇവിടുത്തെ ഒരു വർഷം. അപ്പോൾ ഇവിടെ ഒരു വർഷം കഴിഞ്ഞു. കുട്ടികൾക്ക് ആ കാര്യമൊന്നും ഓർമ്മയില്ല. അവരെ സംബന്ധിച്ചിട്ട് ഇന്ന് കൃഷ്ണൻ ഒരു പാമ്പനെ കൊന്നു എന്നാൽ വാസ്തവത്തിൽ അങ്ങനെയല്ല. ഒരു വർഷം മുമ്പാണ് ഭഗവാൻ പാമ്പനെ കൊന്നത്. അവരാ കാര്യം വീട്ടിൽ പോയി പറഞ്ഞു. ഇതാണ് അവിടെ ഉണ്ടായത്. ബ്രഹ്മാവിനെ ഒന്ന് തൻ്റെ ആ ഒരു വൈഭവം ബ്രഹ്മദേവനെ കാണിച്ചു കൊടുത്തു. അതാണ് ബ്രഹ്മമോഹനം അല്ലെങ്കിൽ വത്സസ്തേയം എന്ന ആ ഒരു ലീല. അത് വർണ്ണിച്ചു കൊടുത്തു. ഓരോരോ ലീലയിലൂടെ ഭഗവാൻ ലോകപാലന്മാരെ ജയിക്കുകയാണ്. ഇപ്പം ബ്രഹ്മദേവനെ ജയിച്ചു എന്ന് വർണ്ണിച്ചു. പിന്നീട് ഭഗവാൻ ജലത്തെ ശുദ്ധമാക്കുകയാണ്. അതാണ് കാളിയ നർത്തനം എന്ന ഭാഗം. ഒരിക്കൽ ഭഗവാൻ ഏട്ടനെ കൂട്ടാണ്ട് പുറപ്പെട്ടു. ഓമന കുട്ടൻ ഗോവിന്ദൻ ബല രാമനെ കൂടെ കൂടാതെ. രാമനെ കൂട്ടാതെ എന്തിനാ പുറപ്പെട്ടത് എന്നാണെങ്കിൽ, രാമൻ അനന്തന, അനന്തൻ പാമ്പാണ്. കാളിയനാരാ? കാളിയനും പാമ്പാണ്. അപ്പം കാളിയനെ നേരെയാക്കാനായിട്ട് പുറപ്പെടുമ്പം ഏട്ടൻ കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഏട്ടൻ ഈ ജാതി സ്പിരിറ്റ് വന്നാലേ വേണ്ട കൃഷ്ണ, രണ്ടൊരു വർഗ്ഗമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ ഏട്ടൻ പറയുമ്പോൾ പിന്നെ എതിർക്കാനും വയ്യ, ഏട്ടനല്ലേ. അപ്പോൾ അതുകൊണ്ട് നല്ലത് എന്താ വെച്ചാൽ ഏട്ടൻ അവിടെ മെല്ലെ ഏട്ടനെ ഒഴിവാക്കുകയാണ് നല്ലത് എന്ന് കണക്കാക്കി കൃഷ്ണൻ അന്ന് ഏട്ടനെ കൂട്ടാണ്ടിയാണ് പുറപ്പെട്ടത്. രാവിലെ എണീറ്റ സമയത്ത് ഏട്ടൻ്റെ കഴുത്തൊക്കെ തൊട്ട് നോക്കി. നെറ്റൊക്കെ തൊട്ടിട്ട് നല്ല ചൂടുണ്ടല്ലോ, പനിക്കുണ്ടോ? കൃഷ്ണൻ്റെ സ്നേഹം കണ്ടപ്പോൾ ഇല്ല എന്ന് പറയാൻ തോന്നിയില്ല. കുറച്ച് ചൂടുണ്ടോ സംശയമുണ്ട്. എന്നാൽ നല്ല പനി ഉണ്ടെങ്കിൽ പുറത്തൊന്നും ഇറങ്ങണ്ട, വിശ്രമിച്ചോളൂ, ഇന്ന് ഞാൻ മാത്രം പോയിക്കോളാം എന്ന് പറഞ്ഞാൽ ആര് പോയി? ഇനിയിപ്പം പോകാൻ പറ്റൂ. പനിയാന്നും പേര് വീട്ടിൽ ഒറ്റയ്ക്കായി. അങ്ങനെ കൃഷ്ണൻ പുറപ്പെട്ടു ഏട്ടനെ കൂട്ടാതെ. കാളിന്ത്യാം കാളിയസ്യാസീത് ഹൃത കശ്ചിത് വിഷാഗ്നിന. കാളിന്തിയിൽ കാളിയൻ എന്ന വിഷസർപ്പം വിഷം കലക്കി കഴിയാണ്. മുകളിലൂടെ പറന്നു പോണ പക്ഷികൾ പോലും ഈ കാളിയൻ്റെ ആ വിഷജ്വാല ഏറ്റിട്ട് മരിച്ചു വീഴുകയാണെങ്കിൽ അവിടുന്ന് വെള്ളം കുടിച്ച പശുക്കളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ.
ഇത് മനസ്സിലാക്കിയ ഭഗവാൻ ഇനി പറ്റില്ല, ഇനി ആ കാളിയൻ്റെ അഹങ്കാരം വെച്ച് ഉറപ്പിക്കാൻ വയ്യ. ആരാ ഈ കാളിയൻ? നല്ല അഹങ്കാരിയാണ് അദ്ദേഹം. പണ്ട് ഗരുഡൻ വന്ന് വല്ലാതെ പാമ്പുകളെ കൊല്ലാൻ തുടങ്ങിയ സമയത്ത് അവരെന്നെ പറഞ്ഞു, ഊഴം വെച്ചു, ഞങ്ങൾ ഭക്ഷണം കൊണ്ടുതരണ ഭക്ഷണവും കഴിക്കും, കൊണ്ടുതരണ ആളെയും കഴിക്കും, ഞങ്ങൾ തന്നെ വന്നോളാം. പിന്നെ ഇയാളുടെ വലിയ ആക്രമം ഒഴിവാക്കാലോ കരുതി. അങ്ങനെ കാളിയൻ്റെ ഊഴം വന്നപ്പം കാളിയൻ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തതുമില്ല, അവിടെ വെച്ച ഭക്ഷണം ആരെടുത്ത് കഴിച്ചു? ഗരുഡന് വെച്ചതെടുത്ത് കഴിക്കുകയും ചെയ്തു. നോക്കണേ ധിക്കാരം. ഗരുഡന് ദേഷ്യം വന്നു. പിന്നാലെ പോയ സമയത്ത് കാളിയൻ നീന്തി എവിടേക്ക് എത്തി? നേരെ ഈ കാളിന്തി നദിയിലെത്തി. ഇവിടേക്ക് ആരും വരില്ല, ഗരുഡൻ വരില്ല. പണ്ട് ഗരുഡൻ വന്നിരുന്ന ഒരു പ്രാവശ്യം സൗഭരി മഹർഷി തപസ് ചെയ്യുന്ന സമയത്ത് ഗരുഡൻ വന്ന് അവിടുത്തെ മത്സ്യങ്ങളെ പിടിച്ച സമയത്ത് സൗഭരി മഹർഷി കണ്ണു തുറന്നപ്പോൾ ഈ കാഴ്ച കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. പാവം മത്സ്യങ്ങളെ ഈ ഗരുഡൻ വന്ന് പിടിക്കണമല്ലോ എന്ന് പറഞ്ഞ് ഗരുഡനെ ശപിച്ചു. ഇനി ഇങ്ങോട്ട് വന്നാൽ തല പൊട്ടിത്തെറിക്കും എന്നാര് ശപിച്ചു? സൗഭരി മഹർഷി ശപിച്ചു. അപ്പം ഗരുഡന് കാളിന്തിക്ക് വരാൻ പറ്റില്ല. ഈ കാര്യം ആരറിഞ്ഞു? കാളിയൻ മനസ്സിലാക്കി. എന്നാൽ പിന്നെ ഗരുഡനെ പറ്റിച്ച് അവിടെ പോയി താമസിക്കാം എന്ന് കരുതിയിട്ടാണ്. ഇപ്പം കാളിയൻ ഇനി തനിക്ക് പേടിക്കാനില്ല, തന്നെ നേരെയാക്കാൻ തന്നെക്കാൾ മുകളിൽ ആരുമില്ല, തനിക്ക് തോന്നിയ പോലെ ആവാം എന്ന് കരുതി അങ്ങോട്ട് കഴിയാണ്ടായത്. അങ്ങനെ വിചാരിക്കരുതെന്ന് അർത്ഥം. നമുക്ക് ഈ ഒരു ഭാവമുണ്ട്, ഇനിയിപ്പം എന്നെ ആർക്കും പിടിച്ചാൽ കിട്ടില്ല, ഇതാണ് കാളിയൻ്റെ ഭണങ്ങൾ. അതിന് കണക്കില്ല. അതാണ് 1000 എന്നൊക്കെ പറഞ്ഞത്. 100, 1000 എന്നൊക്കെ പറഞ്ഞ അർത്ഥം നമ്മുടെ അഹങ്കാരത്തിനുണ്ടോ? കണക്ക് ഉണ്ടോ? ഓരോന്നിൻ്റെ മുകളിലും അഭിമാനമാണ്. ഇന്നതൊന്നുമില്ല, ഓരോരോ കാരണം പറഞ്ഞാൽ അങ്ങനെ അഭിമാനിക്കുക, അഹങ്കരിക്കുക. അതാണ് കാളിയൻ്റെ തലകൾ എന്ന് പറഞ്ഞാൽ താല്പര്യം. അങ്ങനെ അഹങ്കരിച്ച് കഴിയണ കാളിയൻ്റെ അടുത്തേക്ക് ആര് വന്നു? ഒരാൾ വരും എപ്പോഴെങ്കിലും. കുറച്ച് വൈകിയാണെങ്കിലും നമ്മുടെ അഹങ്കാരമൊക്കെ തീരും. വൈകണം തോറും കുറച്ചധികം ക്ലേശിക്കേണ്ടി വരും. ഇപ്പോഴുള്ള വെച്ചാൽ കുറച്ച് ഇവിടുന്ന് അങ്ങോട്ട് വീഴാച്ചാൽ അത്രേ പറ്റുള്ളൂ അല്ലേ? ഒന്നുകൂടി മുകളിലേക്ക് പോയിട്ട് വീഴാണിച്ചാലോ നല്ലോണം പറ്റും. വല്ലാണ്ട് മുകളിലെത്തി വീഴാണിച്ചാൽ ഇവിടുന്ന് തന്നെ അങ്ങോട്ട് നല്ലത് വീഴണച്ചാൽ. അതല്ലെങ്കിൽ പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് വല്ലാണ്ട് അഹങ്കരിക്കുന്നതിന് മുമ്പ് തന്നെ തെറ്റ് മനസ്സിലാക്കി തിരുത്താൻ ശ്രമിച്ചാൽ ദുഃഖമില്ലാണ്ട് കഴിയാം. ഇവിടെ കാളിന് കുറച്ച് അധികം ഉണ്ടെന്ന് കൂട്ടിക്കോളും അഹങ്കാരം. അങ്ങനെ അദ്ദേഹം വിഷം കലക്കി കഴിയണം. ഇത് മനസ്സിലാക്കി ആ പ്രജകളുടെ വിഷമം തീർക്കണമെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ ആ കാളിന്തിയെ ശുദ്ധമാക്കാനായിട്ട് പുറപ്പെട്ടു. കൃഷ്ണകദംബമതിരുഹ്യ തതോദിതുംഗമാസ്ഫോട്യ ഗാഠരശനോന്യപതദ്വിഷോദേ. ഭഗവാൻ ആ കദംബ മരത്തിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് കയറി. തൻ്റെ കയ്യും കാലും ഉപയോഗിച്ചുകൊണ്ട് ആ മരത്തിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് കയറി. കദംബ മരത്തിന് സന്തോഷം, ഭഗവാന്റെ പാദസ്പർശം ഏൽക്കാൻ സാധിച്ചില്ലേ. അതിൻ്റെ മുകളിൽ കയറി തൻ്റെ ആ ഉത്തരി എടുത്ത് അരയിലങ്ങോട്ട് കെട്ടി കൈയടിച്ച് എടുത്തങ്ങോട്ട് ചാടുന്ന സമയത്ത് എന്ത് കണക്കാക്കി? ഭുവനത്രയഭാരഭൃതോ ഭവതോ ഗുരുഭാരവികംഭി വിജൃംഭിജല. 3 ലോകത്തിൻ്റെയും ഭാരം തനിക്ക് ഉണ്ടാവട്ടെ എന്നങ്ങോട്ട് കണക്കാക്കി എടുത്തങ്ങോട്ട് ചാടിയത് കൃഷ്ണനാണെങ്കിലും കാളിയന് തോന്നിയത് നരസിംഹം ചാടിയതാണ്. എന്തോ വലിയൊരു പർവ്വതം ഇടിഞ്ഞ് തൻ്റെ രാജധാനിയിൽ വീണതുപോലെ കാളിയൻ ഭണങ്ങളൊക്കെ ചീറ്റി ആരാ തൻ്റെ രാജധാനിക്ക് ചോദിക്കാണ്ട് പ്രവേശിക്കുന്നു എന്ന മട്ടിൽ നോക്കിയ സമയത്ത് ദൂരത്തായിട്ട് കടുകുമണി പോലൊരു നീലരത്നം നീന്തി അങ്ങോട്ട് അടുത്തേക്ക് എത്തി. കണ്ട സമയത്ത് കാളിയന് തം പ്രേക്ഷണീയ സുകുമാര ഘനാവതാതം. ആ നീല നിറത്തിലുള്ള ഭഗവാനെ കണ്ട സമയത്ത് ശ്രീവത്സപീതവസനം സ്മിതസുന്ദരാസ്യം. ആ കാളിയനെ നോക്കി പുഞ്ചിരിച്ചങ്ങനെ നോക്കണ ഭഗവാനെ കണ്ടപ്പം ആ കാളിയന് ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചാലോ എന്ന് തോന്നി. തൻ്റെ ശരീരം കൊണ്ട് അങ്ങോട്ട് ചുറ്റി അത് കൊത്തി. ആളിയനാവുമ്പോൾ അങ്ങനെ നമുക്ക് തോന്നുക അല്ലേ? പാമ്പിന് കൈയൊന്നുമില്ലല്ലോ, വെട്ടിപ്പിടിക്കാൻ കൈയില്ല. പക്ഷെ സംഭവം ഈ വിശേഷണം കേട്ടാൽ മനസ്സിലാവുന്നത് തം പ്രേക്ഷണീയ സുകുമാരഘന. അല്ലെങ്കിൽ ഇങ്ങനെ പറയരുത്, ആ കൃഷ്ണനെ കെട്ടി കൊത്തി എന്ന് പറഞ്ഞാൽ മതി. അതല്ലാതെ വിശേഷണമായിട്ട് ഇങ്ങനെ പറഞ്ഞാലോ തം പ്രേക്ഷണീയ സുകുമാരഘനാവതാതം ശ്രീവത്സപീതവസനം സ്മിതസുന്ദരാസ്യം ക്രീഡന്തം അപ്രതിഭയം കമലോദരാഘ്രിം. ആ താമര പോലത്തെ ഭഗവാന്റെ പാദം സന്ദശ്യ കൊത്തി. അല്ലല്ല, താമര പോലുള്ള പാദം കൊത്തി പറയാൻ പാടുള്ളൂ. പാദം കൊത്തി പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാം. താമര പോലുള്ള പാദം സന്ദശ്യ. ആ ഭഗവാന്റെ പാദത്തിൽ ഒരു ഉമ്മ വെച്ചു. മർമ്മ സുരുഷ ഭുജയാ ചഛാദ. തൻ്റെ ആ ശരീരം കൊണ്ട് അങ്ങോട്ട് ആ ഭഗവാനെ അങ്ങോട്ട് ചുറ്റി. എന്നിട്ടും മതിയാവുന്നില്ല. തനിക്ക് മാത്രം ഈ ഒരു രസം കിട്ടിയാൽ പോരാ. ഈ കൃഷ്ണനെ തൻ്റെ തറവാട്ടിക്ക് കൊണ്ടുപോയാലോ, വീട്ടിലേക്ക് കൊണ്ടുപോയാലോ. തനിക്ക് കുറേ പത്നിമാരൊക്കെ ഉണ്ടേ. നല്ലൊരു ഉണ്ണിയെ കിട്ടിയാൽ അവർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണ്ട. നിങ്ങൾ കണ്ടില്ലല്ലോ, ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ലല്ലോ എന്ന് കാണിച്ചു കൊടുക്കാൻ ഒരു മോഹം. ഗുരുവായൂരപ്പനെയൊക്കെ വാങ്ങിയാൽ കൊണ്ട് കൊടുക്കില്ലേ? അയ്യപ്പൻ നായരെ കടയിൽ നിന്ന് വാങ്ങിയിട്ട് എല്ലാവർക്കും അങ്ങനെ കാണിച്ചു കൊടുക്കുക. ഇതേപോലെ ഭഗവാൻ ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടുപോവാണേ.
തം നാഗഭോഗപരിവീതത് അദൃഷ്ടചേഷ്ടമാലോക്യ തത്പ്രിയസഖാഃ പശുപാഭൃശാർത്താഃ കൃഷ്ണേ അർപ്പിതാത്മസുഹൃദർത്ഥകളത്രകാമാ ദുഃഖാനുശോകഭയമൂഢധിയോ നിപേതുഹുമു. കൃഷ്ണൻ അങ്ങോട്ട് കാണാതെ ആയപ്പോഴേക്കും അവിടെയുള്ള ഗോപികമാരൊക്കെ കരയാൻ തുടങ്ങി. എവിടെ പോയി? ഇത്ര നേരമൊന്നും കൃഷ്ണനെ കാണാണ്ട് ഞങ്ങൾ ഇരുന്നിട്ടില്ല. എന്തോ ആപത്ത് സംഭവിച്ചോ, കൃഷ്ണന് നാഗ പരിഭ്രമിച്ച് അവർ വീഴുന്നു. ബലരാമേട്ടനെ വിളിക്കുന്നു. ബലരാമേട്ടൻ ആരും വിഷമിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഓടിച്ചെല്ലുന്നു. ഗാവോ വൃഷാവത്സതാര്യഃ ക്രന്ദമാനാഃ സുദുഃഖിതാഃ. പശുക്കൾ കരയുന്നു. എല്ലാവരും ഭഗവാനെ കാണാനായിട്ട് ഓടി വരുന്നു. കൃഷ്ണനെ കാണുന്നില്ല. അവസാനം കാളിയൻ ഭഗവാനെ അങ്ങോട്ട് വിട്ടു. ഭഗവാൻ അങ്ങോട്ട് കുതിച്ചു. ആയിരക്കണക്കിന് ഭണങ്ങൾ നടുക്കുള്ള ഭണത്തിൻ്റെ മുകളിൽ അങ്ങോട്ട് ചവിട്ടി. നല്ല വഴുവഴുപ്പ്, നിൽക്കാൻ പറ്റുന്നില്ല. പിടിക്കാൻ വല്ലതും കിട്ടിയിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു കരുതിയിരിക്കുമ്പം പെട്ടെന്ന് തട്ടാനായിട്ട് കാളിയൻ വാലം കണ്ട് പൊന്തിച്ചു. സൗകര്യമായി. തൻ്റെ ഇടത്തെ കൈ കൊണ്ട് പാമ്പിൻ്റെ വാലം കണ്ട് പിടിച്ചു. തൻ്റെ വലത്തെ കയ്യിൽ തൻ്റെ അരയിൽ വെച്ച ഓഴക്കോടെടുത്ത് ചുണ്ടോട് ചേർത്ത് മനോഹരമായിട്ട് ഭഗവാൻ കാളിയ മർദ്ദന സമയത്തും ഭഗവാനൊക്കെ ഒരു രസമാണ്. ആ സമയത്ത് ഇതിൻ്റെ ഇടയ്ക്ക് വേണുഗാനത്തിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനെയല്ല, എല്ലാവരും അറിയട്ടെ, എനിക്ക് പ്രശ്നമില്ല, ഞാൻ സേഫാണ്. ആ ഗോപികമാരൊക്കെ ദുഃഖിച്ചുകൊണ്ടിരിക്കുക. ബോധം കെട്ട് വീഴൽ കഴിഞ്ഞു. എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താൻ സന്തോഷമായിട്ടിരിക്കുക ദൂരത്തുള്ളവർക്ക് മനസ്സിലാവണ്ടേ. അതിനുവേണ്ടി ഭഗവാൻ തൻ്റെ ആ വേണുഗാനം തൻ്റെ ചുണ്ടോട് ചേർത്ത് മുരളി മനോഹരമായിട്ട് വേണുഗാനം ചെയ്തു. അത് കേട്ട് ദുഃഖിച്ച് കടന്നുറങ്ങിയവരൊക്കെ, ആ ബോധം കെട്ട് വീണവരൊക്കെ എണീറ്റു. ഭഗവാൻ സന്തോഷിക്കുന്ന കണ്ടതും അവരൊക്കെ അവിടുന്ന് താഴ്ത്ത് നൃത്തം വയ്ക്കാൻ തുടങ്ങി. ഭഗവാൻ തൻ്റെ വലത്തെ കാല് പൊന്തിച്ചു. ആ നിൽപ്പ് കണ്ടാൽ പ്രണവം പോലെ, ഓം എഴുതുപോലെ. ആ വാല് പാമ്പിൻ്റെ വാല്, ഭഗവാന്റെ കയ്യ്, തൻ്റെ കയ്യിലുള്ള ഓടക്കോഴ്, ഭഗവാന്റെ ചെരിഞ്ഞുള്ള നൃത്തം പ്രണവം പോലെ. അതങ്ങോട്ട് കണ്ട് ബ്രഹ്മദേവനും പരമശിവനൊക്കെ നോക്കി. പരമശിവൻ അവിടെ അങ്ങോട്ട് ഇരിപ്പുറക്കണില്ല. ഒന്ന് കാണണം. കാരണം അദ്ദേഹം നടരാജനാണ്. നൃത്തം വലിയ ഭ്രമമുള്ള ആളാണ്. അദ്ദേഹം നന്ദികേശ്വരനെയും കൂട്ടി ഇവിടേക്ക് വന്നു ഭഗവാന്റെ നൃത്തം കാണാൻ. നന്ദികേശ്വരൻ മൃദംഗം വായിച്ചു. പരമശിവൻ അത് കണ്ട് നോക്കി നിന്നു. അതിൻ്റെ വക്കും വാലും കൂട്ടിയിട്ടാണ് താണ്ഡവം ഉണ്ടാക്കിയത്. ഇതിൻ്റെ ചിത്രതാണ്ഡവ വിരുഗ്ണഭണാതപത്രോ. ഭഗവാന്റെ ഈ ചിത്രതാണ്ഡവം കണ്ടിട്ടാണ് പരമശിവൻ താണ്ഡവം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ഈ താണ്ഡവം എങ്ങനെ ഇരിക്കും എന്നാണ്. അഖില കലാദി ഗുരുഹു. സകല കലകളുടെയും ഗുരുവായിട്ടുള്ള ഭഗവാൻ, എല്ലാ കലകളുടെയും ഗുരുവാണ് ഗുരുവായൂരപ്പൻ. അങ്ങനെയുള്ള ആ ഭഗവാൻ അഖില കലാദി ഗുരുഹു നനർത്ത. ഏത് കലയാണെങ്കിലും ശാസ്ത്രീയമായി ഭക്തിയോടുകൂടി പഠിക്കുകയാണെങ്കിൽ ആ കല അങ്ങനെ നമ്മളെവിടെ കൊണ്ടെത്തിക്കും? ഭഗവാനിലെത്തിക്കും. നൃത്തമാണെങ്കിലും ശാസ്ത്രീയമാവണം. മറ്റേ ഇളകിയുള്ള ആകെ അതല്ല, ഭരതനാട്യമോ കുച്ചിപ്പുടിയോ അങ്ങനത്തെയൊക്കെയാണ് വെച്ചാൽ എന്തെങ്കിലും കാണിക്കലല്ല. ശാസ്ത്രീയ സംഗീതമാണെങ്കിൽ അതെവിടെ എത്തിക്കും? അതുമല്ല, അങ്ങനെ ആ വഴിക്ക് അങ്ങനെ ശ്രദ്ധിച്ചു പോയാൽ തീർച്ചയാണ് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ എവിടെ എത്തിക്കും? അത് ഭഗവാനിലേക്ക് എത്തിക്കും തീർച്ചയായും. അതാണ് എല്ലാ കലകളും വരുന്നത് ഇവിടുന്ന് ഭഗവാൻ എന്നാണ്. അഖില കല ആദി ഗുരുഹു നനർത്ത. സകല കലകളുടെയും ഗുരുവായിട്ടുള്ള ഭഗവാൻ നൃത്തം വെച്ചു. പൊന്തി വരുന്ന ഭണങ്ങൾ നോക്കി വലത്തോട്ടും ഇടത്തോട്ടും ചാടി മെല്ലെ അതൊരു നൃത്തമായി പരിണമിച്ചു. നൃത്തം വെക്കണമെന്ന് കരുതിയിട്ടൊന്നുമല്ല. ഭഗവാൻ എന്ത് ചെയ്യുമ്പോഴും അതിനെന്ത് വരും? അതിലൊരു താളം, അതിലൊരു ഭംഗി സ്വാഭാവികമായിട്ട് ഉണ്ടാവുകയാണ്. അങ്ങനെ ആ പൊന്തി വരുന്ന ഓരോ ഭണങ്ങളും നോക്കി ചവിട്ടി ആ കാളിയൻ്റെ അഹങ്കാരം അങ്ങനെ എല്ലാ ശിരസിലും ഭഗവാൻ സീൽ വെച്ചു. ഒരു തലയെ ഒഴിവാക്കിയിട്ടില്ല. എല്ലാ തലയിലും ഭഗവാന്റെ പാദചിഹ്നങ്ങൾ കാണാം. ആദ്യമൊക്കെ മുദ്രാവാക്യം വിളിച്ചുവെങ്കിലും കാളിയൻ അവസാനം തെറ്റ് മനസ്സിലായി, പറ്റിപ്പോയി എന്ന് സമ്മതിച്ചു. ഭഗവാന്റെ കാൽക്കൽ വീണു. നാരായണം തമരണം മനസാ ജഗാമ. അങ്ങല്ലാണ്ട് വേറൊരാളെനിക്ക് ആശ്രയമായിട്ടില്ല ഭഗവാനെ എന്ന് കാളിയൻ പറഞ്ഞു. അല്ലെങ്കിൽ ഭഗവാൻ പറയിപ്പിച്ചു. അവസാനം കാളിയൻ സമ്മതിച്ചു. കാളിയൻ ചോദിക്കുകയാണ്, എന്നാലും എന്നെ ഇത്രയൊക്കെ ദ്രോഹിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നമ്മളൊക്കെ ചോദിക്കും പോലെ. അറിഞ്ഞും കൊണ്ട് ഗുരുവായൂരപ്പ അങ്ങനെയൊന്നും പറയണ്ട, അറിഞ്ഞും കൊണ്ട് തന്നെ കുറേയൊക്കെ ചെയ്തു, അറിയാണ്ട വേറെ അങ്ങനെയൊന്നുമല്ല, കുറേയൊക്കെ ഉണ്ട്. നമ്മളുടെ കുറ്റം നമ്മൾ മറച്ചു വയ്ക്കുകയാണ്. ഇവിടെ കാളിയൻ ചോദിക്കുക, ഞാനെന്ത് തെറ്റ് ചെയ്തു? ഭഗവാൻ ചോദിച്ചു, ഇപ്പം ചെയ്തതൊക്കെ പിന്നെ താനല്ലേ, അങ്ങല്ലേ എനിക്ക് വിഷം തന്നത്, അതല്ലേ ഞാൻ ഇവിടെ കലക്കിയത്, ഇപ്പം അങ്ങനെയായി. നോക്കണേ, നമ്മളങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഒരാളെ തല്ലിയിട്ട് പറയുക, ഭഗവാനല്ലേ ശക്തി തന്നത്, അതുകൊണ്ടല്ലേ ഞാൻ തല്ലിയതെന്ന് പറഞ്ഞാൽ പറ്റുമോ? ശക്തി തന്നത് തല്ലാനല്ല, ഉപകാരം ചെയ്യാൻ. വയ്യാണ്ടിരിക്കണ അമ്മ എണീക്കണമെന്ന് മോഹമുണ്ട്, എന്നാൽ പിന്നെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുക, നല്ല കാര്യമാണ്. ഒന്നിരുന്നത് നല്ല കാര്യമല്ല. ശക്തി തന്നത് ഭഗവാനാ പറഞ്ഞിട്ട് ലോകത്തിന് ഉപദ്രവം ചെയ്താലോ? അല്ല. ആക്രമിക്കണത് ശരിയല്ല, പ്രതിരോധിക്കണത് ശരിയാ. എന്താണ്? അവിടെയല്ലേ നമുക്ക് ആക്രമ വകുപ്പില്ലല്ലോ, എന്തേ ഉള്ളൂ, ഡിഫൻസ് മിനിസ്റ്റർ ഉണ്ട്. നമുക്ക് പ്രതിരോധ വകുപ്പേ ഉള്ളൂ, ആക്രമ വകുപ്പില്ല. ഇങ്ങോട്ട് ആക്രമിക്കുമ്പം പ്രതിരോധിക്കണം, അതല്ലാതെ വഴിയെ പോണവരെയൊക്കെ പോയി ഉപദ്രവിക്കേണ്ട കാര്യമില്ല.
അത് ശ്രദ്ധിക്കണം എന്നർത്ഥം. നിനക്ക് ശക്തി തന്നത് ലോകത്തിന് ഉപകാരം ചെയ്യാനാണ്, അല്ലാണ്ട് ഈ നദിയെ വിഷാക്കാനല്ല. വിഷം കലക്കല്ല വേണ്ടത്, അത് ശരിയല്ല. പാമ്പിന് വിഷം കൂടി ഇല്ലെങ്കിൽ അതിൻ്റെ കഥ മഹാ കഷ്ടമായിരിക്കും. ഇപ്പോൾ വിഷമൊക്കെ ഉണ്ടായിട്ട് തന്നെ ഇപ്പോൾ അതിൻ്റെ കഥ എന്താ? ഒരു ജന്തുവിനെ നമ്മൾ വെറുതെ വിടില്ല. ഈ വിഷം കൂടി ഇല്ലെങ്കിൽ പാമ്പിൻ്റെ കഥ എന്തായിരിക്കും? അതുകൊണ്ട് നിനക്ക് വിഷം തന്നത് പ്രതിരോധിക്കാനാണ്, ആക്രമിക്കാനല്ല, വിഷം കലക്കാനല്ല. തെറ്റ് മനസ്സിലാക്കി കിട്ടിയ ഗുണങ്ങളെ കൊണ്ട് ലോകത്തിന് ഉപകാരം ചെയ്യുകയാണ് നമ്മളൊക്കെ വേണ്ടത്, അതല്ലാണ്ട് ലോകത്തിന് ഉപദ്രവം ചെയ്യലല്ല എന്നാണ് ഇപ്പോൾ ഈ കഥ കാണിച്ചിരുന്നത്. കാളിയനോട് തിരിച്ച് നിൻ്റെ രമണകത്തിലേക്ക് തന്നെ തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞു. കാളിയൻ പറഞ്ഞു, ഞാൻ ഗരുഡനെ വെല്ലുവിളിച്ച് വന്നതാ, ഞാൻ അവിടെ പോയാൽ ഗരുഡൻ എന്നോട് പകണ്ടാവും, എന്നെ കൊത്തും ആ ഗരുഡൻ. ഭഗവാൻ പറഞ്ഞു, ഗരുഡൻ എൻ്റെ സ്വന്തം ആളാണ്, എൻ്റെ വാഹനമാണ്, ആ ഗരുഡൻ നിന്നെ ഒന്നും ചെയ്യില്ല. നിൻ്റെ ശിരസിൽ ഇപ്പം എന്തുണ്ട്? പണ്ടാണെങ്കിൽ ചെയ്യായിരുന്നു, ഇനിയിപ്പം ചെയ്യില്ല. കാരണം നിൻ്റെ ശിരസിൽ എൻ്റെ പാദചിഹ്നമുണ്ട്. ഈ സീല് കണ്ടാൽ ഗരുഡന് മനസ്സിലാവില്ലേ തൻ്റെ ശമ്പളം തരുന്ന ആളുടെ സീലാണത്. പിന്നെ ഇപ്പം ഗരുഡൻ കൊത്തുവോ? ഇനി ഗരുഡനെ കാണുമ്പോൾ നീ പണ്ടത്തെ പോലെ നിൽക്കാണ്ടിരുന്നാൽ മതി. ഗരുഡനെ കാണുമ്പോൾ ഇങ്ങനെ നിന്നാൽ ഗരുഡനൊന്നും തരണം എന്നൊക്കെ തോന്നും. ഗരുഡനെ കാണുമ്പോൾ നമ്മളൊന്ന് ഇങ്ങനെ നിന്നാൽ മതി, ഇത്രയേ വേണ്ടൂ. നമുക്കിപ്പോൾ ഒരാളെ കണ്ട് ഇങ്ങനെ നിന്നാൽ എന്താ ചെയ്യാൻ തോന്നുമോ? ഇങ്ങനെ നിന്നാലോ, അങ്ങോട്ട് കൊടുത്താൽ എന്താ തോന്നില്ലേ? അത്രയേ ഉള്ളൂ. ഗരുഡൻ എന്ന് പറഞ്ഞാൽ താല്പര്യം സജ്ജനങ്ങൾ എന്നാണ് അർത്ഥം. ഗരുഡൻ എന്ന് പറഞ്ഞാൽ വിവേകികൾ, അറിവുള്ളവർ എന്നാണ് താല്പര്യം. ഗരുഡൻ എന്നുള്ള പദമൊക്കെ പ്രയോഗിക്കുമ്പം കാണാം ഛന്ദസ്. ഛന്ദോമയേന ഗരുഡേന. ഗരുഡൻ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്ത് പറയും? ഛന്ദോമയേന ഗരുഡേന. ഛന്ദസ് എന്ന് പറഞ്ഞാൽ വേദം. അറിവുള്ളവർ, വിവേകി എന്നൊക്കെയാണ് അർത്ഥം. അറിവുള്ള ജ്ഞാനികളെ, പണ്ഡിതന്മാരെയൊക്കെ കാണുമ്പോൾ ഒന്ന് തല താഴ്ത്തിയാൽ നമുക്ക് ഗുണമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അവരെ മുന്നിൽ തല കുനിച്ചാൽ ഒന്നും നഷ്ടപ്പെടാനില്ല. അതല്ലാണ്ട് നീ അവരുടെ മുന്നിൽ എളിഞ്ഞു നിന്നാൽ ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഗരുഡനെ കാണുമ്പോൾ നീ എന്ത് ചെയ്യുക? തലയൊന്ന് കുനിച്ചതൊന്ന് കാണിച്ചു കൊടുക്കുക. എന്ത്? ഞാനും ഭഗവാന്റെ ആളാണേ എന്ന് കാണിച്ചു കൊടുത്താൽ ഗരുഡൻ നിന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. ആ കാളിയനെ കൊന്നിട്ടൊന്നുമില്ല, കാളിയൻ്റെ ദർപ്പം ഇല്ലാണ്ടിയാക്കി പറഞ്ഞയച്ചു. ചിലർക്ക് കൊല്ലന്നെ വേണ്ടി വരും, ചിലർക്ക് അങ്ങനെ കൊന്നും കൊണ്ടുള്ള മുക്തി, ചിലർക്ക് കൊല്ലാണ്ടുള്ള മുക്തി, ചിലർക്ക് ആയുധം കൊണ്ടുള്ള മുക്തി, ചിലർക്ക് ആയുധം കൊടുക്കാണ്ടുള്ള മുക്തി. ഇങ്ങനെ ഓരോരുത്തരുടെ യോഗ്യത നോക്കി കൃത്യം എല്ലാവർക്കും മുക്തി തന്നെയാണ്. എല്ലാവരും വിഷമങ്ങൾ ഇല്ലാണ്ടിയാക്കി തന്നെയാണ് ഭഗവാൻ ചെയ്യണത്. അങ്ങനെ ആ കാളിയ നർത്തനം അല്ലെങ്കിൽ കാളിയ മർദ്ദനം എന്ന ലീല വർണ്ണിച്ചു. അത് ഗോവിന്ദ രാമ കൃഷ്ണ ഗോപാല രാധേ കൃഷ്ണ ഗോപാല ബാല കൃഷ്ണ ഗോപി മനോഹര. ഗോവിന്ദ രാമ കൃഷ്ണ ഗോപാല രാധേ കൃഷ്ണ ഗോപാല ബാല കൃഷ്ണ ഗോപി മനോഹര. ഓടക്കുഴലും വിളിച്ചാമോദം നൃത്തമാടും കോടക്കാർ വർണ്ണ കണ്ണ കാളിയ നർത്തന. ഓടക്കുഴലും വിളിച്ചാമോദം നൃത്തമാടും കോടക്കാർ വർണ്ണ കണ്ണ കാളിയ നർത്തന. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഹരി ഗോവിന്ദ രാമ കൃഷ്ണ ഗോപാല രാധേ കൃഷ്ണ ഗോപാല ബാല കൃഷ്ണ ഗോപി മനോഹര. ഗോവിന്ദ രാമ കൃഷ്ണ ഗോപാല രാധേ കൃഷ്ണ ഗോപാല ബാല കൃഷ്ണ ഗോപി മനോഹര. ഗോപികമാരണിയും മാടകവർന്നു രാസലീലകളാടിടുന്ന ഗോപിക വല്ലഭ. ഗോപികമാരണിയും ആടകവർന്നു രാസലീലകളാടിടുന്ന ഗോപിക വല്ലഭ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ രാമ കൃഷ്ണ ഗോപാല രാധേ കൃഷ്ണ ഗോപാല ബാല കൃഷ്ണ ഗോപി മനോഹര. ഗോവിന്ദ രാമ കൃഷ്ണ ഗോപാല രാധേ കൃഷ്ണ ഗോപാല ബാല കൃഷ്ണ ഗോപി മനോഹര. കൃഷ്ണ ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോവിന്ദ ഹരേ അച്യുതാനന്ദ ഹരേ സുന്ദര ബാലക. കൃഷ്ണ ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോവിന്ദ ഹരേ അച്യുതാനന്ദ ഹരേ സുന്ദര ബാലക. ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ രാമ കൃഷ്ണ ഗോപാല രാധേ കൃഷ്ണ ഗോപാല ബാല കൃഷ്ണ ഗോപി മനോഹര. ഗോവിന്ദ രാമ കൃഷ്ണ ഗോപാല രാധേ കൃഷ്ണ ഗോപാല ബാല കൃഷ്ണ ഗോപി മനോഹര. ഈരഞ്ചു ദുഃഖം നിറഞ്ഞാതങ്കമെല്ലാം കളഞ്ഞാനന്ദ നൃത്തമാടും മായാ മനോഹര. ഈരഞ്ചു ദിക്കും നിറഞ്ഞാത
ഭംഗമെല്ലാം കളഞ്ഞാനന്ദ നൃത്തമാടും മായാ മനോഹര ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ രാമകൃഷ്ണ ഗോപാല രാധേ കൃഷ്ണ ഗോപാല ബാലകൃഷ്ണ ഗോപി മനോഹര ഗോവിന്ദ രാമകൃഷ്ണ ഗോപാല രാധേ കൃഷ്ണ ഗോപാല ബാലകൃഷ്ണ ഗോപി മനോഹര ഇന്ദീവര ശ്യാമള ഇന്ദ്രാദിദേവാർച്ചിത സന്താപമെല്ലാം കളഞ്ഞുൾക്കാമ്പിൽ വാഴണേ ഇന്ദീവര ശ്യാമള ഇന്ദ്രാദിദേവാർച്ചിത സന്താപമെല്ലാം കളഞ്ഞുൾക്കാമ്പിൽ വാഴണേ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഹരി ഗോവിന്ദ രാമകൃഷ്ണ ഗോപാല രാധേ കൃഷ്ണ ഗോപാല ബാലകൃഷ്ണ ഗോപി മനോഹര ഗോവിന്ദ രാമകൃഷ്ണ ഗോപാല രാധേ കൃഷ്ണ ഗോപാല ബാലകൃഷ്ണ ഗോപി മനോഹര ഗോപാല ബാലകൃഷ്ണ ഗോപി മനോഹര ഗോപാല ബാലകൃഷ്ണ ഗോപി മനോഹര